വായിക്കാം. യെശയ്യാ പ്രവചനം 66:1. യെശയ്യാ പ്രവചനം 66-ാം അധ്യായം 1-ാം വാക്യം. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, സ്വർഗ്ഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവുമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏത്? എന്റെ വിശ്രാമ സ്ഥലവും ഏത്? നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതു വിധം? എന്റെ വിശ്രാമ സ്ഥലം ഏത്? എന്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി, അങ്ങനെയാകുന്നു ഇതൊക്കെയും ഉളവായത് എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. എന്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി. അപ്പൊ ദൈവം എന്തൊക്കെ ഉണ്ടാക്കി എന്ന് വചനത്തിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂമിയിൽ എന്തൊക്കെ ദൈവം വെച്ചിരിക്കുന്നു. നമ്മള് ഈ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മനുഷ്യന്റെ ബോഡി മണ്ണിനടിയിൽ കുഴിച്ചിട്ടതിന് ശേഷം പെട്ടിക്കകത്തെല്ലാം വെച്ച് ഇത് ഈ സൈഡൊക്കെ പണ്ടൊക്കെ നേരെ കുടിച്ച് വയ്ക്കുമായിരുന്നു. എന്നാൽ ഇന്ന് പിന്നെ പുഴുവൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ കോൺക്രീറ്റ് ഒക്കെ ഇട്ട് അടിയിലിട്ട് ഒക്കെ അടച്ച്, പിന്നെ കോൺക്രീറ്റ് പലകൾ കൊണ്ട് കൂടി എല്ലാം നീറ്റായിട്ട് എല്ലാ ഗ്യാപ്പും ഒക്കെ അടച്ചാ വയ്ക്കണം. പക്ഷെ അവിടെ നിന്ന് അവിടെ ആ പുഴു വരണമെന്ന് ചോദിച്ചാൽ ദ്രവിപ്പിച്ചു കളയും. ദൈവത്തിന്റെ സൃഷ്ടിയില് ആരംഭത്തിൽ തന്നെ അവന്റെ അന്ത്യവും അവനെ പൊടിയിലേക്ക് മടങ്ങുമാറാക്കേണ്ടുന്നത് എല്ലാം എന്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ശാസ്ത്രജ്ഞന്മാർ ഓരോന്നാണ് തമോ ഗർത്തങ്ങൾ, തമോ ഗോളങ്ങൾ, ഇങ്ങനെയൊക്കെ അവര് കഥകൾ പറയുമ്പോ ഒരു ചെറിയ കൂട്ടം വലിയ കാര്യങ്ങളെ പറയും. ഒരു കൂട്ടർ അത് വിശ്വസിക്കുന്നു, ഒരു കൂട്ടർ അതിനെ തള്ളിക്കളയുന്നു, അല്ലെങ്കിൽ അതിനെ കുറിച്ച് എന്ത് ചെയ്യുന്നില്ല. ഇപ്പൊ തമോഗർത്തം വന്നാലും എന്ത്, സൂര്യനൊന്നും ഉദിച്ചില്ലെങ്കിൽ എന്ത്, ഇങ്ങനെയൊന്നും ബാധിക്കാത്ത ഒരു കൂട്ടർ. ഞാൻ ആകാശത്ത് നിന്ന് പൊട്ടി വന്നതാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങ് ജീവിച്ചോളാം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കൂട്ടർ. അവരെ സംബന്ധിച്ച് വചനമോ അല്ലെങ്കിൽ വചനത്തിന്റെ അടിസ്ഥാനങ്ങളോ നിത്യതയെക്കുറിച്ചോ ഒന്നും വലിയ കാര്യങ്ങളൊന്നും പറയാറില്ല. പക്ഷെ നമ്മൾ ആരംഭത്തിൽ പറഞ്ഞതുപോലെ, മനുഷ്യ, നീ ഒരിക്കൽ എന്ത് ചെയ്യേണ്ടി വരും? നീ ഒരിക്കൽ ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും. അന്ന് നിന്നെ സഹായിക്കാൻ ആരും ഉണ്ടാകില്ല. നിന്റെ പ്രവൃത്തികൾ നിനക്ക് മുമ്പേ ന്യായവിധിക്ക് ചെന്നാണ് ഇരിക്കുന്ന വചനം പറയുന്നത്. ഇപ്പൊ കർത്താവിന് സഭയോട് ചോദിക്കുന്നത്, ഒരിക്കലും എടുത്ത വചനമാണ്, ആംഗിളല്ല ഇന്ന് തരുന്നത്, എനിക്ക് നിങ്ങൾ പണിയുന്ന ആലയം ഏത്? ആമേൻ. കർത്താവിന്റെ ഒരു ഡിമാൻഡ്, ഞാൻ ഈ സകലത്തെയും ഞാനത്രേ സൃഷ്ടിച്ചത്, എല്ലാം ഞാൻ ഒഴിവാക്കി വെച്ചു. എന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏത് വിധം? കുരുങ്ങിയോ? സൃഷ്ടികർത്താവായ ദൈവം പറയുകയാണ്, ഞാൻ എല്ലാം സൃഷ്ടിച്ചു, ഇനി മനുഷ്യ നിനക്ക് ചെയ്യാനുള്ളത് നിനക്കൊരു ആലയം പണി മാത്രമാണ് നിനക്ക് ചെയ്യാനുള്ളത്. പലരും വിചാരിക്കാറുണ്ട്, ഞാൻ വീട് വെക്കണം, എനിക്ക് അത് ചെയ്യണം, അത് വാങ്ങണം, ഇത് വാങ്ങണം, ഇതെല്ലാം വാങ്ങണമെന്ന് പറയും. ഇല്ലാത്തത് എന്തെങ്കിലും വാങ്ങാൻ സാധിക്കോ? ഇവിടെ വെളിപ്പെടാത്തത് എന്തെങ്കിലും വാങ്ങാൻ സാധിക്കോ? ചുവരില്ലാതെ ചിത്രം എഴുതാൻ പറ്റോ? ഭൂമി മണ്ണില്ലാതെ അസ്ഥിവാരം കിട്ടാൻ പറ്റോ? എന്നാൽ നിങ്ങൾ സൂര്യനെ നോക്ക്, ചന്ദ്രനെ നോക്ക്, ഏതെങ്കിലും എന്തിലെങ്കിലും താങ്ങി നിർത്തിയിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ഇന്നേ വരെ ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞൻ കണ്ടെത്തിയോ ഒരു ചെറിയ തടുപ്പിൽ താങ്ങി നിർത്തിയിരിക്കുന്നത്? കണ്ടെത്തിയോ? ആമേൻ. ഇതിന് 4 കാലുണ്ട് അവിടെ ഇരിക്കുന്നു, 3 കാലുണ്ടെങ്കിലോ താഴേക്ക് വീഴും. നമ്മൾ ഉണ്ടാക്കുന്ന സകലത്തിനും താങ്ങ് വേണം. നമ്മൾ സൃഷ്ടിക്കുന്ന സകലത്തിനും ഒരു അടിസ്ഥാനം ഉണ്ടാകും. ആ അടിസ്ഥാനം ക്രിസ്തു എന്ന അടിസ്ഥാനമെങ്കിൽ നിന്റെ ആലയം പണി നടക്കും. ആമേൻ.
ഹല്ലേലൂയ. മർക്കൂസിന്റെ മാളിക മുറി ഇന്ന് അവിടെ ഉണ്ട്, സ്മാരകമാണ്. ടൂറിസ്റ്റുകളാണ് അവിടെ ചെന്ന് എന്ത് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് തോന്നും ആ പള്ളിയും പൊളിഞ്ഞോ? അത് പൊളിഞ്ഞതല്ല. യെരൂശലേം ദേവാലയം അവിടെ ഉണ്ടോ? യെരൂശലേം ദേവാലയം എല്ലാം തകർക്കപ്പെട്ടു. കല്ലിന്മേൽ ഒരു മതിൽ അവിടെ ഉണ്ട്. എന്നാൽ അതിന്റെ കൂറ്റൻ ദേവാലയത്തിന്റെ മാതൃകകളും കൊണ്ടുവയ്ക്കേണ്ടുന്ന സകല സംവിധാനവും ഇസ്രായേൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. രസാതല്ല, യെരൂശലേം ദേവാലയം പണി നടക്കുമ്പോ അതിനകത്തിരുന്ന് വാഴുന്നത് മൃഗമാണ്. ഇനി വരും. ആമേൻ. ആ ആലയമുണ്ടോ? ഇല്ല. ഇവിടെ പറയുന്നു, ഉള്ള ഭാഗം ശ്രദ്ധിക്കണം, ഞാൻ സകലത്തെയും എന്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി. വേറെ അധ്യായത്തിൽ പറയാണ്, ഞാൻ അതതിന്റെ പേര് ചൊല്ലി വിളിച്ചു എന്ന വചനം പറയും. 45 ഇത് തന്നെയാണ്, ഈ ഏഷ്യാവിൽ തന്നെ പറയുന്നു, ഞാൻ ഓരോന്നിനെയും അതതിന്റെ പേര് ചൊല്ലി ക്രമത്തിലാക്കി വിളിച്ചു. അത് എത്ര അധ്യായം? 55 40 വായിച്ചേ. വായിച്ചു. നീ കണ്ണ് മേലോട്ട് ഉയർത്തി നോക്ക്. ഈ കാണുന്ന ഭൂമിയിലെ സൃഷ്ടിയെ മാത്രം നോക്കിയിരിക്കാതെ നിന്റെ കണ്ണുകൾ മേലോട്ടൊന്ന് ഉയർത്തി നോക്ക്. മേലോട്ട് ഉയർത്തി നോക്ക്. അടുത്ത്, ഇവയെ സൃഷ്ടിച്ചതാര്? ഇവയെ സൃഷ്ടിച്ചതാര്? അങ്ങനെയെങ്കിലും ഒരു മാനസാന്തരം വരാൻ വേണ്ടിയല്ലേ ഈ പറയണത്. അഹങ്കാരിയായ മനുഷ്യനോട് പറയുകയാണ്, കണ്ണ് നീ മുകളിലോട്ടൊന്ന് നോക്കാൻ. അബ്രഹാമിനോട് പറഞ്ഞു, നീ ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണി നോക്ക്. നമുക്ക് ഇന്നും മനസ്സിലാകാതെ നടക്കുന്നതാണ് ദൈവത്തിന്റെ ഒരു വിശാലം. രാവിലെ സാമ്പാറിന് അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, അമരയ്ക്ക, മുളക്, വെണ്ടയ്ക്ക, കത്തിരിക്ക, വഴുതനങ്ങ, മത്തൻ, പടവലങ്ങ, വെള്ളരിക്ക, തക്കാളി, ചെറിയ ഉള്ളി, വലിയ ഉള്ളി, ഇതെല്ലാം കൂടെ ഒക്കെ ഇട്ടൊരു കറി ഉണ്ടാക്കി. ഇല്ലെങ്കിൽ ഇടുവായിരുന്നോ? ഞാൻ ഈ അമരക്കെടുത്ത് ചെയ്തോണ്ട് സത്യമായിട്ട് ഞാൻ ചിന്തിക്കുകയാണ്, കർത്താവേ, സൃഷ്ടിപ്പിന്റെ ആരംഭത്തിൽ ഈ അമരയ്ക്ക് നിന്റെ ഹൃദയത്തിലുണ്ട്. ഉരുളക്കിഴങ്ങുണ്ട്. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ ഇതൊക്കെ വരുമോ ദൈവം? നമ്മൾ ഈ ഉള്ളതിനെടുത്ത് അങ്ങോട്ട്, ചിലർ വെക്കുന്നുണ്ടല്ലോ, ഉള്ളതിനെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി അയച്ചു വെച്ചിട്ട് ഇതെന്റേതെന്ന് പറയാ. അങ്ങനല്ലേ നമ്മൾ പറയുന്നത്? ആമേൻ. നമ്മളെല്ലാം നമ്മളുടെ ഐഡിയ പ്രകാരം എന്ത് ചെയ്യണം? ചെയ്യാം. പക്ഷെ ദൈവത്തിന്റെ ആ ഒരു ഭയങ്കരമായ ജ്ഞാനം, ഈ വലിച്ചു കെട്ടുന്ന ശ്വാസം അകത്ത് നിൽക്കാൻ വേണ്ടി 2 സഞ്ചി. മനസ്സിലാകുന്നുണ്ടോ? ഈ കഴിക്കുന്ന ഭക്ഷണം ദഹിച്ചു വരാൻ നമ്മളൊന്നും അറിയില്ല. ആമാശയുണ്ട്, പിന്നെ നേരെ മലാശയം മാത്രമാണെങ്കിൽ സീനം തുറന്നു. ഇത് കൃത്യമായിട്ട് ബോഡിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു സംവിധാനം ഏത് ശാസ്ത്രജ്ഞന് കണ്ടെത്താൻ പറ്റും? ഉള്ളതിനെ വലിച്ചു പൊളിച്ചൊക്കെ കാണിച്ചാൽ എല്ലാവർക്കും പറ്റും. നീ ഇല്ലാത്തത് ഇങ്ങനെ കാണിക്കും. പേര് വിളിക്കുന്നത് പോലും നോക്ക്. ഓരോന്നിനെയും അതതിന്റെ പേര് വിളിച്ചു. യോബിന്റെ പുസ്തകത്തിൽ ലിബ്യാഥാനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ലിബ്യാഥാൻ, നിനക്കതിനെ മെരുക്കാമോടോ യോബേ? കണ്ടിട്ട് പോലും. ചില വിദ്വാന്മാര് ഗോഡ്സില്ലയുടെ സിനിമയൊക്കെ ഇറങ്ങിയത് കണ്ടിട്ട് ലിബ്യാഥാനെ അങ്ങ് വർണ്ണിക്കുകയാണ്. ഈ ഗോഡ്സിലേക്ക് ഇറങ്ങുന്നതൊക്കെ ഈ യോബ് വായിച്ച ഏതോ ഒരു തിരക്കഥാകൃത്താണ് എഴുതി വെച്ചത്. എല്ലാം വർണ്ണിച്ചിട്ടുണ്ടല്ലോ. പിന്നെ കൂർത്ത പല്ലുകൾ കണ്ടിട്ട്. അവൻ ഇനി അതിലും വലിയ അത്ഭുതം ഞാൻ ഇടയ്ക്ക് നോക്കി. ഇന്നലെ ജോഷുവയുടെ പാൽപ്പല്ല് കൊഴിഞ്ഞു പോയി. അപ്പൊ ആ പല്ല് കൊഴിഞ്ഞ സ്ഥാനത്ത് അടുത്ത് മറ്റൊരു പല്ല് ഡിസൈൻ ചെയ്ത് വെച്ചേക്കും. അത് കൊഴിഞ്ഞു പോയാൽ വേറെ വരികയല്ല. ശ്രദ്ധിച്ചോ? അതുകൊണ്ടല്ലേ ഇതിന്റെ പേരിൽ എത്ര രൂപ ആൾക്കാരുണ്ടാക്കും, ഡോക്ടർമാർ.
ഇത്രമേലൊരു ജ്ഞാനിയായ എന്റെ ദൈവം നീ അംഗീകരിക്കും. എന്തായാലും ഉണ്ടാത്ത ഈ ദൈവത്തെ മാനിക്കോ? എന്തോന്ന് മാനിക്കാൻ? എനിക്കൊന്ന് മനസ്സിലാകും. അവിടെ ഇങ്ങനെ നിൽക്കും. ഫിലിപ്പിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, എല്ലാ മുഴങ്കാലുകളും അവന്റെ മുമ്പാകെ എത്തി. അവിടെ ശൂദ്രനെന്നോ കുലയനെന്നോ പറയനെന്നോ നാടാരെന്നോ നായരെന്നോ ബ്രഹ്മണനെന്നോ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ഇല്ല. ആണും പെണ്ണുമായ സകലതും അവന്റെ മുമ്പിൽ എന്ത് ചെയ്യണം? നിന്നിട്ട് ഞങ്ങളെ മുട്ട് മടക്കണം. ഇപ്പൊ മടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് എന്ത് ചെയ്തേ പറ്റുള്ളൂ? മടങ്ങണം. അപ്പോൾ അയ്യോ ഇങ്ങനെ മടക്കണ്ട. ആ മാംസമില്ലല്ലോ, ഇങ്ങനെ പാടുപെട്ട് മടങ്ങി. ഒളിമ വണ്ടി കയറിനൊക്കെ നമ്മളൊന്ന് റെക്കോർഡ് ചെയ്ത് വിട്ടാൽ എത്ര ലൈക്ക് കിട്ടും. പക്ഷെ അവിടെ ചെല്ലുമ്പോ ഇത്ര പാടില്ല. സിമ്പിളായിട്ട് മടക്കും. അഹങ്കാരവും ഇല്ല. ന്യായവിസ്ഥാന സഭയിൽ പോകുമ്പോ അഹങ്കാരം ഇല്ലല്ലോ. ഡൽഹിയില് ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്നവരെ തൂക്ക് കയറിന് വിധിച്ചപ്പോ അതിന്റെ ചരിത്രം പറയുന്നു, അവരെ കൊന്നു. ഒരുത്തനെ അവിടെ വെച്ച് ആത്മഹത്യ ചെയ്തു. ഇവരെ കൊണ്ടുപോകുന്ന സമയത്ത് അവരെ അലറി വിളിച്ച് കരഞ്ഞ് നിലവിളിച്ച് വേണ്ടാത്തെല്ലാം അവർ പറഞ്ഞു, കൊല്ലരുതെന്ന് യാചിച്ചു. പക്ഷേ അവിടെ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു കാര്യം, ആ ടെസ്റ്റ് നടത്തി ഒരു പ്രത്യേക നിലവാരത്തിലുള്ള ആൾക്കാരെ അവിടെ നിയോഗിക്കൂ. കനിവുള്ളവരും കരുണയുള്ളവരും കണ്ടാൽ ഭയക്കുന്നവരുമായ യാതൊരു ഉദ്യോഗസ്ഥരെയും അതിനകത്ത് കൊണ്ടുപോകാനാണ്. ഇവന്മാര് കാട്ടാളന്മാരെ പോലെ ഒരു കരുണയുമില്ലാതെ എന്ത് ചെയ്യും? ഇവരെ വലിച്ചു കൊണ്ടുപോയി കഴിമരത്തിന്റെ അവിടെ നിർത്തി മിനിറ്റുകൾ കൊണ്ട് സംഭവം കഴിഞ്ഞു. എന്തുകൊണ്ട് കരുണ വെളിപ്പെട്ടില്ല? ഇന്ന് ഭൂമിയിലിരിക്കുന്ന മനുഷ്യനോട് പറയുന്നു, നീ ആകാശത്തിലേക്കൊന്ന് നോക്ക്, നിന്റെ സൃഷ്ടികർത്താവിലേക്കൊന്ന് നോക്ക്. ശലോമോൻ പറയുകയാണ്, യൗവനക്കാരാ, യൗവനകാലത്ത് നീ ജ്ഞാനമല്ല സമ്പാദിക്കേണ്ടത്. യൗവനകാലത്ത് നീ വല്ലതും ആപത്ത് കാലത്ത് സമ്പത്ത് വെച്ചല്ല, സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ, സോറി മലയാളം ടീച്ചറായിട്ട് ഇരിക്കാൻ. അപ്പോ സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്ന. അതൊരു പഴമൊഴിയാണ്. കായ്ക്കാത്തതെന്ന് വെച്ചാൽ ഇല്ലേ? ഫലം കായ്ക്കാത്ത ചിലതിലേക്ക് കർത്താവ് ഇവിടെ വെച്ചിട്ടില്ലേ? എന്നിട്ടും കർത്താവ് ഫലം തിരഞ്ഞു. അത്തിയെ നിന്നിൽ ഫലം തിരഞ്ഞു. ആ കാലം പഴക്കാലമല്ല, അതും കർത്താവ് തന്നെ പറഞ്ഞു. ഇവിടെ വചനം പറയുന്നു, ആ കാലം അത്തിപ്പഴത്തിന്റെ കാലമല്ലെങ്കിലും പോയി തിരഞ്ഞു. ഇതൊരു പൊരുത്തക്കേടല്ലേ? കർത്താവ് നീ തന്നെ പറയുന്നു അവിടെ പഴത്തിന്റെ കാലമല്ല, ഇവിടെ അത്തി ഇസ്രയേലാ. അതുകൊണ്ടാ പാവം പിടിച്ച അത്തിയുടെ അടുത്ത് പോയിട്ട് കർത്താവ് ഉള്ളരുതായ്മ കാണിച്ചെന്ന് ആരും പറയുന്നു. ബോധമുള്ള അത്തിയെ ആകാശത്തിലേക്ക്. ഹല്ലേലൂയ. ഈ മനുഷ്യൻ പറയാണ്, ശലോമോൻ പറയുകയാണ്, ജ്ഞാനം പ്രാപിപ്പാൻ കൊള്ളാം, പക്ഷേ സൃഷ്ടികർത്താവിനെ അറിയുന്നതാണ് നല്ലത്. ആമേൻ. എന്റെ കണ്ണുകൾ ആഗ്രഹിച്ചതൊന്നും. ഇപ്പൊ ലേറ്റസ്റ്റ് ഫോൺ ഏതാ? ലേറ്റസ്റ്റ് ഫോൺ അറിയില്ല, രാജൻ പറയില്ല. അറിയാം? ലേറ്റസ്റ്റ് പാവം അറിയില്ല. ലേറ്റസ്റ്റ് ഫോൺ അറിയാം? ഏതാണ്? S25. ഓക്കെ, ഒരു പേരാണ് S25. സാംസങ്ങിന്റെ സാംസങ്. ഈ S25 ഇറങ്ങുമ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇവിടെ പേപ്പർ കൊണ്ടിടാറുണ്ട്. എനിക്കറിയാം, പേപ്പറിന്റെ ഫ്രണ്ട് പേജ് മുഴുവനും പരസ്യം കൊണ്ട്. എന്നിട്ട് അതിൽ എഴുതി 2,55,000 രൂപയാണ് വില. ഞാൻ ഉദാഹരണം പറയും, കറക്റ്റ് പറയും. 2,55,000 രൂപയാണ് വില.
എന്നിട്ട് ഇൻട്രൊഡ്യൂസിങ് ഓഫർ ഡിസ്കൗണ്ട് 55,000. നിന്റെ പഴയ കെട്ട ഫോൺ കൊടുത്താൽ അതിന് കിട്ടും 50,000 ഡിസ്കൗണ്ട്. ക്രെഡിറ്റ് കാർഡ് വെച്ച് വാങ്ങിച്ചാൽ 25,000 വീണ്ടും ഡിസ്കൗണ്ട്. ഇങ്ങനെ ഡിസ്കൗണ്ടുകളൊക്കെ താഴ്ത്തി അതിന്റെ ആക്ച്വൽ വിലയ്ക്കും ഉള്ള ലാഭത്തിനും നിന്റെ കയ്യിൽ തരും. അപ്പൊ ഇത് വാങ്ങാൻ കുറച്ചു പേര് കാത്തിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ചിലരെ അവർ ഫോക്കസ് ചെയ്യണം. അപ്പൊ നമ്മളൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യും? ഇതിൽ ക്രൈസ്തവർ എന്ത് ചെയ്യും? അവരുടെ പൈസ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? സ്വന്തമാക്കും. ഇപ്പോഴത്തെ ഫോണിന്റെ പ്രോസസർ ശരിയല്ല, അപ്പോൾ പെട്ടെന്ന് ഇത് വരും. മാറുന്നില്ലേ? മാറുന്നില്ല. ഹൃദയത്തിൽ നിന്ന് ആരോ പറയാണ് മാറിക്കോളും, മാറിക്കോളും, മാറിക്കോളും. ജോഷോ മാറിക്കൊള്ളാൻ പറയുക. ഹൃദയം പറയും. ഒരു ശലോം പറയണേ, എന്റെ കണ്ണുകൾക്ക് ഇഷ്ടം തോന്നിയതൊന്നും ഞാൻ വിലക്കിയില്ല. എന്റെ അന്തഃപുരത്തിലും അരമനയിലും എന്റെ കൊട്ടാരത്തിലും അവയെ കൊണ്ട് നിറഞ്ഞു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഒന്നിനും കുട്ടില്ല. ഇതും പോരാഞ്ഞ് ശേബാരാജ്ഞി വരിക. ശേബാരാജ്ഞി വരുമ്പോ ചുമ്മാതൊന്നുമല്ല വരുന്നത്. അണിഞ്ഞൊരുങ്ങി പറ്റുവാണെങ്കിൽ ശലോമനെ ഒന്ന് എന്ത് ചെയ്യണം? ഞാനത് ഏതോ ഒന്നൊരു ചരിത്രം വായിച്ചതാണോ എന്തോ ഒരു ഷോർട്സ് കണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ശേബാരാജ്ഞിക്കും അന്തപ്പുരം ഒരുക്കി കൊടുത്തെന്നാണ് ഞാൻ വചനത്തിൽ അത് എഴുതിയിട്ടുണ്ട്. ഉണ്ടോ? ഉണ്ടോ? RC ബൈബിളിലുണ്ടോ? ആ, നോക്കാം. അപ്പൊ ഈ ശേബാരാജ്ഞി വരുമ്പോ കുറെ രത്നങ്ങളും അവൾക്കുള്ള സമ്പത്തെല്ലാം കൊണ്ടുവരുമ്പോ ശലോമന്റെ കണ്ണുടക്കിയത് ശേബേല. അതിന്റെ പുറകെ വരുന്ന രംഗത്തിലല്ല, അതിന്റെ പുറകെ വരുന്ന ഹലോ. ഇതുകൊണ്ടാണ് പറയുന്നത്, യൗവനക്കാരാ, നിന്റെ യൗവനകാലത്ത് നീ ആദ്യം സമ്പാദിക്കേണ്ടത് കർത്താവിനെ. നിന്റെ സൃഷ്ടാവുമായിട്ടൊരു കണക്ഷൻ. ചിലർക്ക് അപ്പം വേണ്ടെന്നാണല്ലോ പറയുന്നത്. ജനിപ്പിച്ച അപ്പൻ ആരോടാന്നാ ചോദിക്കും. വ്യവസ്ഥയില്ല നമുക്ക്. നിന്നെ ഭൂമിയിൽ ഇറക്കാൻ കർത്താവ് വെച്ച നൂല് തന്നെയാണ്. നമ്മൾ എത്ര മാച്ച് കളഞ്ഞാലും ഇതൊരു വ്യവസ്ഥയാണ്. അവര് പെരുമ്പാമ്പാണെങ്കിലും മൂർഖം പാമ്പാണെങ്കിലും എന്ത് ചെയ്തേ മതിയാവും? എന്ത് ചെയ്തേ മതിയാവും? അവൻ സഹിക്കുകയല്ല വേണ്ടത്, അംഗീകരിച്ചാൽ മതിയാവും. ഞാൻ ഈ ഒരു അനാഥാലയത്തിൽ ഞാൻ ചെല്ലുമ്പോ അവിടുത്തെ ആളെന്റെ അടുത്ത് പറയാണ്, മക്കളെ നേരെ നോക്കിയ അമ്മയപ്പന്മാരെ മക്കള് നോക്കുമെന്ന് പുള്ളി പറഞ്ഞു. ഞാനൊരു ജീവച്ഛവം പോലെ ഇരിക്കുന്ന കുറെ മനുഷ്യരെ ഞാൻ അവിടെ കണ്ടു. ചിലർക്ക് ഇപ്പോഴും നല്ല ആരോഗ്യമുണ്ട്. ആ ഗേറ്റിൽ ഒരു വണ്ടി വന്ന് നിൽക്കുമ്പോ ആ വണ്ടിയിൽ വന്ന് ഇറങ്ങുന്നവരെ ഓടി വന്ന് നോക്കുന്ന കുറെ ആൾക്കാർ. അതിനെന്ത് ഫുഡ് എടുക്കുമ്പോ അവരുടെ മുഖത്തൊരു തെളിച്ചമാണ്. ഇന്ന് ഞങ്ങൾക്ക് നല്ല ഫുഡ്, കഞ്ഞിയും പയറും അല്ല, നല്ല ഫുഡ്. ഇവരാരുടെയൊക്കെയോ അപ്പനും അമ്മയും അല്ലേ? ഇവരും പെറ്റില്ലേ? ഇവർ വളർത്തിയില്ലേ? ഇവരുടെ യൗവനകാലത്തിലെ ആരോഗ്യമൊക്കെ ലോകത്തിലേക്ക് നോക്കി പലതും സമ്പാദിച്ച് അവർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് ഇന്ന് അവർ സമ്പാദിച്ചത് എവിടെ? അതിന്റെ ബാക്കി പത്രം എന്തെങ്കിലും ബാക്കി കിടപ്പുണ്ടെങ്കിൽ അതിനെ അളന്നു തൂക്കി വാങ്ങുന്ന മക്കളുണ്ട്. നിന്റെ അപ്പന്റെ 5 സെന്റ് നിനക്ക് വേണോ അല്ലയോ? നിന്റെ അപ്പന്റെ ഒരു കുറവ് നിനക്ക്. നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്നറിയാം? നമ്മൾ നമ്മളെ ന്യായീകരിച്ച്, നേരത്തെ ആ പറഞ്ഞ വാക്യം ഏതായിരുന്നു മോനെ? 36 സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം എന്തോ വായിച്ചല്ലോ, വായിച്ച് 36-ാം സങ്കീർത്തനത്തിന്റെ ഇന്നത്തെ സങ്കീർത്തനം ഏതായിരുന്നു? 37.
രണ്ട് തന്റെ കുറ്റം തെളിഞ്ഞ് വെറുപ്പായി തീരുകയില്ലെന്ന് അവൻ തന്നോട് തന്നെ മധുരവാക്ക് പറയുന്നു. ഹല്ലേലൂയ. ഈ വചനങ്ങൾ ആഴത്തിൽ വായിച്ചപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നിസാര എന്ന് പറഞ്ഞാൽ അവിടെ എഴുതി വെക്കുകയും ചെയ്യും. നമ്മൾ ഈ കാണിക്കുന്ന കൽപ്പനകളുടെ ലംഘനങ്ങളൊക്കെ അവിടെ എഴുതി വെക്കും സഹോദരങ്ങളെ. ഇവർ പാപം ചെയ്തപ്പോ ആ പെൺകുച്ചിനെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല്ലുമ്പോ അവർക്ക് പാപ ആദേശമായി. മദ്യപിച്ചും കഞ്ചാവ് കഴിച്ചും കൂട്ടുകാരോടുകൂടി, ആവശ്യമില്ലാത്ത കൂട്ടുകാരോടുകൂടെ കൂടുന്നുണ്ടെങ്കിൽ നീ കൊലപാതകയാകും. 100 തെളിവുകൾ നിനക്കെതിരെ നിരത്തുവാൻ ഈ ലോകത്ത് കഴിയും. കള്ളനെ പോലീസാക്കും, പോലീസിനെ കള്ളനാണ്. എത്രയോ നിരപരാധികൾ പുറത്തു വരാതെ മരിക്കപ്പെട്ടിട്ടുണ്ടെന്നറിയാം, നിയമത്തിന്റെ കുരുക്കുകളിൽപ്പെട്ട്. എന്നാൽ സ്വർഗത്തിലെ ദൈവം നിരപരാധിയെ ശിക്ഷിക്കത്തില്ല. സ്വർഗത്തിലെ ദൈവം, അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിന്നെ ഭൂമിയിൽ കൊല്ലുവാൻ വരുന്നവനെ നീ ഭയപ്പെടേണ്ട. എന്നാൽ ദൈവമക്കളെ, സ്വർഗത്തിൽ ന്യായം വിധിപ്പാൻ കഴിവുള്ളവനെ നിങ്ങൾ ഭയപ്പെടുവിൻ. ആമേൻ. ഹല്ലേലൂയ. അത് പറയാണ്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാലും ഒരു കൂട്ടത്തിൽ നീ കൂടിയോ, അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നീ പാപത്തെ സ്നേഹിക്കരുത്. പാപിയെ സ്നേഹിച്ചോ തോളത്ത് കൈയിട്ട് നടക്കേണ്ട. മറ്റത് വഞ്ചനയാണ്. അവന്റെ പാപത്തെ കൂടെ സ്നേഹിക്കുന്നവരാണ് നമുക്ക് കൂട്ടായ്മ കൊടുക്കുന്നത്. നീ കഴിക്കത്തില്ലായിരിക്കാം, നീ കുടിക്കത്തില്ല, എന്നാലും നിനക്ക് കള്ളുകുടിയന്റെ കൂടെ പോയി ഇരിക്കും. അവിടെ കുടിക്കുന്നിടത്ത് നീ പോയി ഇരിക്കുന്നുണ്ടെങ്കിൽ നീ അതിനെ മാനിക്കുന്നു, നീ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അവന്റെ ബലഹീനതയിൽ അവൻ എനിക്ക് വേണ്ട എന്ന് പറയുന്നതേ. മുറിക്കകത്തെടുത്ത രഹസ്യ ഫോട്ടോകൾ കാണുന്നു, രഹസ്യ ഭാഗങ്ങൾ കാണുന്നു. കാണുന്നവൻ എടുത്തവനേക്കാളും ശിക്ഷ അനുഭവിക്കും. സാഹചര്യത്തെ നീ കാണത്തില്ല. ഇതിട്ടവനൊരു ഉദ്ദേശമുണ്ട്, അവരെ മുഖം കാണിക്കുന്നില്ല. എങ്കിലും അതിന്റെ പുറകിലുള്ള വ്യാപാരങ്ങളെ തിരിച്ചറിയാതെ പോകരുത്. നിങ്ങൾ ബുദ്ധിയുള്ളവരായിരുന്നു. അത്രമേൽ മ്ലേച്ഛത ഈ ചെറിയ പെട്ടിക്കകത്ത് വ്യാപരിക്കും. ചെറിയ ഫോണിനകത്ത് അതുണ്ട്, നെറ്റിനകത്ത് അതുണ്ട്. ഈ പാപം പ്രവർത്തിയിരിക്കുന്നത് കൊണ്ട് പ്രാർത്ഥന, ആരാധന, വചന ധ്യാനങ്ങളൊക്കെ കുറഞ്ഞു പോകുന്നു. ഉപവാസം കഴിയുന്നത് കാത്തിരിക്കും 22ാമത്തെ ദിവസം മൊബൈൽ എടുക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ഉപവാസത്തിന്റെ ഇടയിലും വിശ്രമം കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും? വാർത്ത ഒന്ന് നോക്കട്ടെ, ഇടിമിന്നൽ എന്താ എന്നാണ്. ആരംഭിച്ചത് ഇടിമിന്നലെങ്കിലും അതിന്റെ താഴെയുള്ള വെട്ടുപോത്തും കാണ്ടാമൃഗങ്ങളും ഞാൻ കാട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് കാടാന്ന് മാത്രമായി കണ്ട വെറും ഒരു കറുത്ത വെട്ടി. ഏതോ ദേവദാസി എന്റെ മെസ്സേജിൽ ഇങ്ങനെ പറയാണ്, ഇതിനകത്തൊരുത്ത കയറിയിരുന്ന് അവന് ഭ്രാന്താണെന്നേ അടുത്തൊരാൾ വന്നാൽ പോലും അറിയുന്നു. ശരിയല്ലേ? റീൽസ് കണ്ടോണ്ടിരിക്കുന്നവരുടെ അടുക്കല് വെച്ചം വന്നാൽ അറിയൂ. ചില ഓഫീസുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ 10,000, 50,000, 70,000 ശമ്പളം ഉള്ളവരാണ്. ഒരു ഫുഡ് തരാൻ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ ഹല്ലേലൂയ കണക്ക് കൊടുക്കേണ്ടി വരും എന്ന് പറയുന്നു. ഇത് നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ, അനാവശ്യമായി സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ, ഇതിനകത്തിരിക്കുന്നവന് പ്രാർത്ഥിക്കാൻ കഴിയില്ല. ഇതിനകത്തിരിക്കുന്നവന് നല്ലതുണ്ട്, നല്ലതില്ല എന്നൊന്നും പറയുന്നില്ല, നല്ലതുണ്ട് എങ്കിലും പറയുന്നു. തിരുവെഴുത്തുകളെ
എനിക്ക് എന്നും ഭയങ്കര വിഷമമുള്ള സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറയുക, ചെറിയ അക്ഷരങ്ങൾ കാണാൻ പറ്റുന്നില്ല എന്നുള്ള ഭയങ്കര വേദനയാണ്. കാണാം, എന്റെ പുതുക്കനുസരിച്ച് വായിക്കാൻ പറ്റുന്നില്ല. വലിയ ബൈബിൾ അന്വേഷിക്കും. അപ്പോഴും ഞാൻ ദൈവത്തോട് പറയുന്നു, കർത്താവേ, നിനക്ക് അസാധ്യമായി ഒന്നുമില്ല. മോശയ്ക്ക് കൊടുത്ത പോലെ കൊടുത്തില്ലെങ്കിൽ 80 വയസ്സ് വരെ ഉണ്ടെങ്കിൽ അത്രയും കാരണം. ആമേൻ. ഇത് വേണം. പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരുന്നപ്പോ ഒരു കത്തിയെടുത്തു. ആ കത്തിയെടുത്ത് ഇങ്ങനെ ഞാൻ നോക്കുമ്പോ കഴിഞ്ഞ ആഴ്ച തേച്ചു വെച്ചതാ. പക്ഷെ ഇന്നെടുക്കുമ്പോ മൂർച്ച കുറഞ്ഞേക്കുന്നു. അപ്പൊ ഞാൻ ചിന്തിച്ചു, കർത്താവേ, ഇതിന് മൂർച്ച കൂട്ടാതിരുന്നാൽ തുരുമ്പെടുത്ത് പോകത്തില്ല. സത്യം. കഴിഞ്ഞ ഞായറാഴ്ച കർത്താവിനെ ആലയത്തിൽ പോയതാ. ഈ ഞായറാഴ്ച ചിലർക്ക് അങ്ങനെ ഞായറാഴ്ചകൾ ഇങ്ങനെ 3-4 ഞായറാഴ്ച കഴിഞ്ഞാൽ അടഞ്ഞു ചെയ്യും. മാസത്തിൽ ഒരു ദിവസം ആരെ കണ്ടാൽ മതി. നിങ്ങൾ ആ ഭാഗം ചിന്തിച്ചോ? ഞാൻ ആരുടെയൊക്കെ അത് ഷെയർ ചെയ്തു. യേശുവിനെ ദേവാലയത്തിൽ കൊണ്ടുപോയ അമ്മയും അപ്പനും യേശു കൂടെ ഉണ്ടോ എന്നുള്ളത് മറന്നുപോയി. യേശുവിനെ ആലയത്തിൽ വിട്ട കാര്യം അവർ അറിഞ്ഞു. പക്ഷെ തിരിച്ചു കൂടെ ഉണ്ടോ എന്നുള്ള കാര്യം എന്ത് ചെയ്തു? ആലയത്തിൽ ചെന്നപ്പോ ഭയങ്കര ഭക്തിയും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവര് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കടപ്പണ്ടവും വാങ്ങിച്ച് പോകുന്ന സമയത്ത് കൊച്ചിന് കടപ്പണ്ടം വാങ്ങിച്ചു. കൊച്ചില്ല. ഇവര് ഒരു ദിവസത്തെ യാത്രാ ദൂരം. ഇന്നത്തെ പോലെ ഇന്നാണെങ്കിൽ നമ്മൾ എവിടെ എത്തിയാലും ഒരു ദിവസം യാത്ര. കാസർഗോഡ് നമ്മൾ യാത്ര. ഇവരൊക്കെ അനന്തോ ഇവരൊക്കെ പോയ ചിലപ്പോ ഞാൻ പോയ ഏകദേശം ഒരു കോഴിക്കോട് നിപ്പുറ വരെ എത്തും. അത് ഇടയ്ക്ക് നിർത്തിയില്ലായി. ഒരു ദിവസം ഞാൻ ഇവിടുന്ന് എറണാകുളം വരെ എത്താൻ പറ്റ പാട് എനിക്കറിയാം. ഓടിക്കിടന്നുറങ്ങിയാൽ മതിയെന്ന് തോന്നി. അത്ര ക്ഷീണം. എന്നാലും ഞാൻ പറയാം, അറ്റ്ലീസ്റ്റ് എറണാകുളം ഇട്ടോ 200 കിലോമീറ്റർ. അവിടെ എത്തിയപ്പോഴാണ് ആളില്ലെന്ന് അറിഞ്ഞത്. നമ്മളിപ്പോഴാണെങ്കിൽ ഉടനെ എന്ത് ചെയ്യും? പാസ്റ്ററെ, ഞാൻ അവിടെ പിന്നെ എന്റെ പുത്രൻ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു, അവിടെ മറന്നു വെച്ചിട്ട് വന്നതാണ്, പിന്നെ ഒന്നെടുത്ത് വെച്ചേക്കണേ. നമ്മള് ദൈവത്തിനിരിക്കുന്ന വിലയൊന്ന് നോക്ക്. ലൂക്കിലാണോ മത്തായിലാണോ എഴുതിയത് ഞാൻ നോക്കിയില്ല. തന്നെ വചനം എന്നെ ഭയങ്കര ടച്ച് ചെയ്തു. അതായത് ഇവർ ഒരു ദിവസത്തെ യാത്ര എന്ത് ചെയ്തു? കഴിഞ്ഞു പോയപ്പോ അമ്മയ്ക്കാണോ അപ്പനാണോ ആർക്കാണോ ഈ ചിന്ത ഉണ്ടായെന്ന് അറിയത്തില്ല. ഇല്ലെങ്കിൽ മറ്റേ അനിയത്തി ആരെങ്കിലും അപ്പോഴും കണ്ടുമുട്ടിക്കാണ്. യേശു എവിടെ? യേശു ഇവർക്ക് ആ ഷോക്കായി പോയി. കാരണം ഇത്രയും ദൂരം പോയിട്ട് കർത്താവില്ലാത്തത് അറിയാത്ത അമ്മയും അപ്പനും. അതേതല്ല അത്? ആ 2:41 സഹയാത്രികരുടെ കൂട്ടത്തിലും കണ്ടില്ല. നിങ്ങൾ ആരും അവർ വിചാരിച്ചു അത് അവിടെ ഇല്ല. നിങ്ങൾ വിചാരിക്കരുത് ഒരു വീട്ടിൽ 5 പേര് രക്ഷിക്കപ്പെട്ടു, ഒരാൾ ഭയങ്കര ഭക്തി, അവരുടെ കൂടെ മാത്രം കർത്താവ് ഉണ്ടായിക്കോളൂ, അതെനിക്ക് ഇളച്ചു കിട്ടിക്കോളെന്ന് കരുതണ്ട. പാസ്റ്റർ ഇടിവിൽ നിന്നുകൊണ്ട് കാര്യം നടക്കുമെന്ന് മാത്രം വിചാരിച്ച് 8 കൊഞ്ഞന നടക്കരുത്. ചില കാര്യങ്ങളിലൊക്കെ ദർശനങ്ങൾ വിട്ടുകളഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം, ഡേഞ്ചർ സോണിലാണ്. ആമേൻ. അപ്പൊ ഈ ഒരു ദിവസത്തെ യാത്രാ ദൂരം പിന്നിട്ടിട്ട് അവർക്കൊരു കാര്യം മനസ്സിലായി, ആരും കൂടെ ഇല്ല. വേറെ മക്കളുണ്ട് അവർക്ക്, വേറെ നല്ല അപ്പനും അമ്മയാണ്, മാതൃയാക്കാം. അവർ ഉടനെ എന്ത് ചെയ്തു? അത്രയും ദൂരം തിരിച്ചു നടന്നു. എന്തൊക്കെ ഇവിടെ ബൈബിൾ വെച്ചിട്ട് പോയിട്ട് പിന്നെ അടുത്ത ആഴ്ച വന്നാ എടുക്കാൻ. പണ്ടത് ഇതിനകത്തൊരു ബൈബിൾ കിടന്നു, വചനം കിടന്നു. ചില ഞായറാഴ്ച മാത്രം പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കും. ഞായറാഴ്ച മാത്രം. അത് എപ്പോഴെങ്കിലും ഒന്നും പ്രാർത്ഥിച്ചു പോയാൽ നമ്മുടെ വേഷം കെട്ടും പരിപാടികളൊന്നും ദിവസം നടക്കൂല. ആകാശത്തിലേക്കൊന്നും നോക്കും. സൂര്യൻ ഉദിച്ചിട്ടുണ്ടെങ്കിൽ നീ പണിക്ക് പോകും. ഗവൺമെന്റ് അവധി പ്രഖ്യാപിച്ചു. കനത്ത മഴ, നാളെ സ്കൂൾ ഓപ്പണിംഗ്. ഇതൊരു സന്തോഷം, ഇതൊരു സന്തോഷം. മഴ കാരണം പണിയില്ല, മേശേരി പണിയില്ല.
സന്തോഷം. ആരാധന കാരണം ഞായറാഴ്ച പോലും പണി ഫിക്സ് ചെയ്ത് പോകുന്നവരോട് പറയുക, ആർക്കും വേല ചെയ്യാൻ പറ്റാത്തൊരു കാലം. ആർക്കും അതിനാ പറയണേ. അത് രാത്രിയാണോ പകലാണോന്ന് അറിയാൻ പറ്റുന്നത്. ആർക്കും വേല ചെയ്യാൻ പറ്റാത്തൊരു കാലം വരും. ഹല്ലേലൂയ, ആമേൻ. ദൈവമക്കളെ, നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് ശക്തമായി ദൈവസഭയോട് പറയുകയാണ്, ദൈവത്തെ ദൈവമെന്ന് കണ്ട്, ദൈവത്തെ ദൈവമെന്ന് കണ്ട്. സഹോദരൻ എന്താ ചെയ്യുന്നത്? എരിവ് നടക്കുമ്പോൾ അങ്ങോട്ട് വളർത്തും, ഇങ്ങോട്ട് നടക്കും, കുറച്ചേരോട് മിണ്ടായിരിക്കും, അതൊക്കെ അവിടെ ശരിയാവും. പേടിക്കണേ. മഴയ്ക്ക് നാളെ സ്കൂൾ തുറക്കും. ഹല്ലേലൂയ, ആമേൻ. അപ്പോഴത്തെ കൊച്ചിന് സന്തോഷം വന്നപ്പോൾ. ആമേൻ. ആർക്കും വേല ചെയ്യാൻ പറ്റാത്ത കാലം വരും. അതുകൊണ്ട് മനുഷ്യ നിസ്സാരമായി ദൈവകാര്യങ്ങളെ കാണരുത്. ആമേൻ. ദൈവത്തോടുള്ള ബന്ധത്തെ ആഴത്തിൽ കാണുന്നവൻ, അവൻ നേരത്തെ ആലയത്തിലെ പുഷ്ടി അനുഭവിച്ച്, അങ്ങനെയല്ലേ വചനം? ആലയത്തിന്റെ പുഷ്ടിയുണ്ട്. ആലയത്തിൽ വന്ന് യേശുവിന്റെ പുഷ്ടി ഭക്ഷിച്ചിട്ട് യേശുവിനോട് വെച്ചിട്ട് പോകരുത്. ഈ അമ്മയപ്പനും കൂടെ മടങ്ങി വന്ന് അവിടെ നോക്കുമ്പോ കണ്ട കാഴ്ച അവര് ഞെട്ടിപ്പിച്ചു കളഞ്ഞു. ഞങ്ങളോ പറഞ്ഞു, എന്നാൽ ഞങ്ങൾക്ക് വേണ്ടെങ്കിലും വേണമെന്നുള്ളവരെല്ലാം ചുറ്റും നിൽക്കുക. ഹല്ലേലൂയ. ചിലർക്കൊരു ഭാവമുണ്ട്, ഞാൻ വരികയില്ല. നിനക്കേ നഷ്ടപ്പെടാനുണ്ട്. ഞാൻ ആരാധിക്കുകയല്ല, ഞാൻ കൂട്ടിക്കൊണ്ടു പോവുകയല്ല. കർത്താവ് ചരിത്ര സംഭവം പോലെ കിടക്കുന്ന ഒരു കാര്യമാണ്. സക്കായിയെ ഇങ്ങ് വാമോനെ, ഇന്ന് നിന്റെ വീട്ടിലാണ് ഞാൻ പാർക്കാറ്. സക്കായി അന്ത് ചെയ്യുക, ഇനി എന്താ, വാട്ട് ഈസ് നെക്സ്റ്റ്? കർത്താവിനെ കണ്ടു. അവന് അവിടെ എന്തെങ്കിലും അത്ഭുതങ്ങളും എല്ലാം നടന്നായിട്ട് കാണിക്കുന്നു. ആകെ കണ്ടത് മരത്തിന്റെ ഇടയിൽ ഇരിക്കുന്നവരെ കണ്ടു. അവൻ കാണാൻ ആഗ്രഹിച്ചു, കണ്ടു. ദൈവത്തിന്റെ ഈ ഇടപെടൽ നമ്മൾ നോക്കിക്കോണം. ഇവൻ വലിഞ്ഞേറി അവിടെ ഇരിക്കൊണ്ട് കാണുന്നുണ്ട്. സക്കായിക്ക് ഒരു കാര്യം മനസ്സിലായി, വരുന്നത് ദൈവമാണ്, വരുന്നത് അത്ഭുത മന്ത്രിയാണ്. അവനെ വക്കാലത്ത് പിടിക്കാൻ അയാളെ വിട്ടിട്ട് സക്കായി പറയാണ്, ഞാനൊരു ധനവാനാണ്, എനിക്കൊന്ന് കാണണമെന്നുണ്ട്, പാസ്റ്റർ നാളെ വരും. ഈ പാസ്റ്റർ വരികയല്ല, യേശു പാസ്റ്റർ വരികയല്ല. ഹല്ലേലൂയ. സക്കായി തന്റെ ധനവും മാഹാത്മ്യവും ഒക്കെ വിട്ടിട്ട് അവന്റെ ഉള്ളിലൊരു കാര്യം തോന്നി, ആവശ്യം എന്റേതാ, കാണേണ്ടത് ഞാനാണ്, എനിക്ക് കാണാൻ ഒരു അവസരം കിട്ടി, എന്റെ വീട്ടിൽ വരുവാൻ അവൻ എന്തോ എനിക്ക് യോഗ്യതയും. ഞാൻ ചുങ്കക്കാർ കടന്നു പോകുമെന്ന് പറയുന്നുണ്ടോ? യേശു പറയാണ്, ചുങ്കക്കാരും വേശ്യമാരും പരീക്ഷ നിനക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. ഇവിടെ കരവത്തിൽ മാത്രം കൊടുത്താൽ സമയമായിട്ടില്ല സ്വർഗരാജ്യത്തിൽ. ആമേൻ. കണ്ണടച്ച് ഇങ്ങനെ പോവുക. ആമേൻ. ഹല്ലേലൂയ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സക്കായിയെ കണ്ടു, സക്കായിയോട് ഇറങ്ങി വരാൻ പറഞ്ഞു. നമ്മളാണെങ്കിൽ ആ മരത്തെ കെട്ടിപ്പിടിച്ചിട്ട് പിന്നെ പറയുന്നു, അതിനെ ഇറങ്ങുകയല്ല. ചില മരങ്ങളെ കയറിയിരുന്നാ പിന്നെ അങ്ങനെ ഇരിപ്പ. താഴോട്ട് ഇറങ്ങി വേടാന്ന് പറഞ്ഞാലും ഞാൻ വരികയല്ല, വന്ന നീ എന്നെ ഉപദേശിച്ചു കളയും. സക്കായി ബന്ധപ്പെട്ട് താഴെ ഇറങ്ങിയപ്പോ തോളത്ത് കീഴിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന് നിന്റെ വീട്ടിലാ മോനെ. അവിടെ വെള്ളത്തെ വീഞ്ഞാക്കിയില്ല, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചില്ല, മുടന്തനെ സൗഖ്യമാക്കിയില്ല. വചനം കണ്ടോ? നിനക്ക് വേണ്ടെങ്കിലും വേണമെന്നുള്ള സക്കായിമാരുണ്ട്. നിങ്ങൾക്ക് ഇതെല്ലാം ചില്ലറ കളിയാ, സിമ്പിളാണ്. ഞാൻ ഭീഷണിപ്പെടുത്താൻ പറയുമൊന്നും അല്ല ദൈവം. എന്റെ കാര്യം കൂടെ ചേർത്ത് പറയും. ദൈവത്തെ നിസ്സാരമായി കാണുക. ആമേൻ. ഹല്ലേലൂയ. സഖായുടെ തോളത്ത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോ അവിടെ കണ്ടിട്ടോ, ഈ കർത്താവിനെ സ്വന്തമാക്കിയ വിരുന്ന് ഒരുക്കുന്നവർ. അപ്പൊ ഈ വിരുന്നിനുള്ള സാധനങ്ങൾ വല്ലതും ഉണ്ടോ? ഇതെല്ലാം അവിടെ വരും. നേരത്തെ പറഞ്ഞ ആലയത്തിൽ എന്തുണ്ട്?
പുഷ്ടി വരും. കർത്താവ് ഉള്ളതുകൊണ്ട് ആലയത്തിൽ പുഷ്ടിയാണ്. അപ്പൊ അവന്റെ ഭവനം ആലയമായി മാറുകയാണ്. ആരുടെ ഭവനം? ഒരു പാപിയുടെ ഭവനം ആലയമായി മാറുവാൻ അവിടെ കർത്താവ് വന്നാൽ മതി. ഒരു പാപി രൂപാന്തരം പ്രാപിച്ച് അവനൊരു ആലയമായി മാറുകയാണ്. അതാണ് കർത്താവ് പറഞ്ഞേ, ഈ കാണുന്നതൊക്കെ ഞാൻ എന്റെ വചനം കൊണ്ടുണ്ടാക്കി, എന്നാൽ നീ എനിക്കൊരു ആലയം പണിയും. ഓ, അതാ ചോദ്യം. അതിന്റെ മർമ്മം ഇതാണ്: കർത്താവ് അകത്തു വന്നാൽ ആലയത്തിനകത്തിരിക്കാനൊരു ദൈവമുണ്ട്. അതില്ലാത്ത എല്ലാ പണിയും ഇന്ന് പോകും. ആമേൻ. ഈ അമ്മയപ്പനും അവിടെ നിന്ന് പാഞ്ഞു വന്നിട്ടുണ്ടാവും. ഭയങ്കര വെപ്രാളത്തിൽ വന്നിട്ടുണ്ടാവും. അവിടെ മറിയ ജ്ഞാനം പ്രാപിച്ചത് യേശു ദൈവപുത്രനാണെന്ന് ഞാൻ അറിയുകൊണ്ട് സാരമില്ല ജോസഫ് എന്ന വാ എന്ന് പറഞ്ഞു. ഈ അമ്മ ഓടുക. അങ്ങോട്ട് പോയത് ഒരു ദിവസം കൊണ്ടാണെങ്കിൽ തിരിച്ചെത്തിയ ചിലപ്പോ 3/4 ദിവസം കൊണ്ട് ആലയത്തിലെത്തി. 3 ദിവസം കഴിഞ്ഞാ അപ്പൊ ഇവരവിടെ നിന്ന് മടങ്ങി വന്നു. അവിടെ ഞാൻ പറഞ്ഞ 3/4 ദിവസം ഒന്നുമല്ല. അപ്പൊ അത്ര പ്രതികൂലങ്ങളാണ് അന്നത്തെ യാത്രകളൊക്കെ. കഴുതയില്ല, കുതിരയില്ല, അതൊക്കെ ജനപന്മാർക്ക് മാത്രമാണ്. അപ്പൊ ഈ മടങ്ങി വരുമ്പോ ഇവർക്ക് വേണമെങ്കിൽ യെരൂശലേം ദേവാലയത്തിന്റെ അടുത്ത ഉത്സവത്തിന് വന്നാൽ മതിയായിരുന്നു. യേശുവിന് 13 വയസ്സാവുകയാണ്. അതിന്റെ അർത്ഥം ഇവർ വരുന്ന വഴിക്കൊക്കെ അന്വേഷിച്ചുകൊണ്ടാണ് വരുന്നത്. യേശു ഇവിടെയാണ് സ്ട്രക്കായെന്ന് അവരറിയുന്നു. കൂടെ വരുന്ന വഴിക്കാണോ മിസ്സായത്? വേറെ ആരുടെയെങ്കിലും കൂടെ പോയോ? അന്നത്തെ കാലത്ത് പിള്ളേർ തട്ടിക്കൊണ്ടുപോകണില്ല. കാരണം ഗോത്രങ്ങളാണ് എല്ലാം. യഹൂദ ഗോത്രം പിടിച്ച അപ്പുറത്ത് താൻ പറയും ഇവിടെ ഉണ്ടേ എന്ന് പറയും. ഇന്നത്തെ പോലെ കൊണ്ടുപോയി കണ്ണു തുറന്നു ഇവരുടെ. അപ്പൊ ഇവര് എത്രയും സമയമെടുത്ത് അവിടെ എത്തുമ്പോ അവർ കണ്ട കാഴ്ചയാണ്. ഒന്ന് വായിച്ചേ. കേട്ടോ, ആരൊക്കെ ഉണ്ടായിരുന്നു അവിടെ? 12 വയസ്സുള്ള ബാലൻ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുന്നത് കണ്ടു. ഞാനൊരു സന്ദേശം പറയുകയാണ്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണം എന്നുള്ള ഉപദേഷ്ട ആവശ്യക്കാരുണ്ട്. അവര് കർത്താവിനെ വളയും. കൊല്ലാനല്ല, കേൾക്കാം. ഹല്ലേലൂയ. അവർ ഓടിച്ചെല്ലും. അവർ വിടുന്നില്ല കർത്താവിനെ. നമ്മളാണെങ്കിൽ ഇതൊന്നും ഒഴിഞ്ഞു പോയെങ്കിൽ മതി. ഗദരദേശത്തെ ആൾക്കാരാണ് നമ്മൾ പലപ്പോഴും. നാളെയും മീറ്റിംഗ് ഉണ്ട്, നാളെയും വചനമുണ്ട്, നാളെയും പ്രാർത്ഥിക്കണോ. ചില ചെയ്യുമ്പോഴൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലരുടെ സങ്കടം കാണും. അവർ നമ്പർ വിളിച്ചാൽ കിട്ടുകയല്ല, അറേഞ്ച് ചെയ്യാൻ കിട്ടുകയല്ല. ആ ഞാൻ പ്രാർത്ഥിച്ചു കേട്ടോ എന്ന് പറഞ്ഞു. കള്ളം പറഞ്ഞാൽ കുറിച്ച് വെക്കും കേട്ടോ, ദൈവം കുറിച്ച് വെക്കും. ആമേൻ. ഒരു സന്ദേശം പറഞ്ഞ ആ ഭാഗം വിടുകയാണ്. അവിടെ ചെല്ലുമ്പോ യേശുവിനെ വേണം എന്നുള്ളത് ഉണ്ടാകും. പക്ഷെ ഈ അമ്മയപ്പനും വിട്ടിട്ട് പോയി. അമ്മ ജ്ഞാനം പ്രാപിച്ചോളെങ്കിലും അമ്മയ്ക്ക് വേണമായിരുന്നു യേശു. ആ അമ്മ അവസാനം വരെ യേശുവിന്റെ പുറകെ പോയില്ലേ? തന്റെ മക്കളെ വിട്ടിട്ട് പോയില്ലേ? ക്രൂശോളം ചെന്നില്ലേ? അടക്ക ശുശ്രൂഷയ്ക്ക് ചെന്നില്ല. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കാണാൻ മാളികമുറിയിൽ കാത്തിരുന്നു. അഭിഷേകം പ്രാപിപ്പൻ കാത്തിരുന്നില്ല. ഇതാണ് യൗവനക്കാര, നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ നീ അറിയണം. നിന്റെ കർത്താവത്രേ നിന്റെ സൃഷ്ടികർത്താവ്. നിന്റെ സൃഷ്ടാവിനെ നീ മറക്കരുത്. നിന്റെ ജീവിതത്തിനകത്ത് സമയങ്ങൾ പലതിനായി ചിലവഴിക്കുമ്പോൾ ഉറങ്ങുന്നൊരു കരമത്തിന് മാത്രം കൊടുക്കാൻ അതിനെ ശ്രദ്ധിച്ചിരിക്കുക. നോക്കി പഠിപ്പിക്കുമ്പോൾ. ആമേൻ. ഹല്ലേലൂയ. ഇത് മനസ്സിലായോ? ഞാൻ ആ ഭാഗം വിടുകയാണ്. നിങ്ങൾ ഇന്ന് വിട്ടിട്ട് ഭാഗ്യത്തിന് എല്ലാ ആഴ്ച 6 ദിവസം കഴിഞ്ഞെങ്കിലും മീറ്റിങ്ങുകളുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കെങ്കിലും പോയി എന്ത് ചെയ്യാം, എടുക്കാം.
ഇനി ഒരു ചിന്തയ്ക്കായി ഒരു കാര്യമില്ല. 2007 രക്ഷിക്കപ്പെട്ടു, 2008 രക്ഷിക്കപ്പെട്ടു, 2010, 15, 16 രക്ഷിക്കപ്പെട്ടു, 19, 20 രക്ഷിക്കപ്പെട്ടു. ഇതിനിടയിൽ എവിടെയാണ് വിട്ട് കളഞ്ഞത്? എവിടെയാ വച്ച് പോയത്? എവിടെയാ വച്ച് പോയില്ലേ? ഇന്നലെ വെച്ച് പറഞ്ഞില്ല, മെനഞ്ഞാന്ന് വെച്ച് പറഞ്ഞില്ല. നമുക്കിപ്പോഴും കർത്താവ് കുരിശടിക്കാണ്. കർത്താവ് പറയുന്നു, നീ എനിക്കായി പണിയുന്ന ആലയം. ഭയങ്കര ഒരു ചോദ്യമാണ്. 66:1 പറയുന്നു, യെശയ്യാവ് 66:1 പറയുന്നു, ഞാൻ സകലത്തെയും ഇതൊക്കെയും എന്റെ കൈ കൊണ്ട് ഉണ്ടാക്കി. അതൊക്കെ അത് വേണ്ട, മറ്റേ ഭാഗം മതി. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം? എന്റെ വിശ്രാമ സ്ഥലവും ഏത്? ദൈവം ചോദിക്കുകയാണ് മനുഷ്യനോട്. നമ്മളെല്ലാം അവിടെ നിന്ന് ഇങ്ങോട്ട് കവർന്നടിക്കുകയല്ലേ. എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു വിട്ടുവീഴ്ച കർത്താവിന് കൊടുക്കും. കർത്താവ് ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ അടുത്ത മാസം ശരിയാക്കി തരാം. ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ ഞാൻ നീയായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കും, ഡിവോഴ്സ് ചെയ്യുന്ന പറഞ്ഞു. ആരാണ്ട് നോക്കി ചിരിക്കാത്തത് കൊണ്ട് ആലയം ഉപേക്ഷിച്ചവരുണ്ട്. പല അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ ആലയം ഉപേക്ഷിച്ചവരുണ്ട്. ചില പറയാണ്, ഞാനൊരു കാര്യം ദൈവസന്നിധി വെച്ചിട്ടുണ്ട്, നടന്ന നീ നടക്കുകയല്ലാതെ ഒന്നും ചെയ്യത്തില്ല. അതങ്ങനെയാണ്. ദൈവം എന്നെ സഹായിച്ചില്ലല്ലോ, എന്തുകൊണ്ട് ദൈവം എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചു? എനിക്ക് നല്ലൊരു ഭർത്താവിനെ തന്നില്ലല്ലോ, എല്ലാവർക്കും നല്ല മക്കളെ കൊടുത്തുള്ളൂ, എനിക്കെന്താ ഇങ്ങനത്തെ മക്കള്? എനിക്കൊരു വീടുണ്ടോ? ദൈവത്തോടുള്ള ചോദ്യം. വലിയ വീടൊന്നും ഉണ്ടാകാതിരിക്കണ നല്ലത്. ഉള്ള 2 സെന്റ് പോലും നമുക്ക് നേരെ സൂക്ഷിക്കാൻ അറിയാം. എന്റെ അപ്പം തന്ന വസ്തുവിൽ ഞാൻ മാസത്തിൽ 2 മാസം 3 മാസം കൂടുമ്പോ വിളവെടുക്കാൻ പോണതല്ല. ഞാൻ അവിടെ ചെല്ലുമ്പോ മണ്ണിൽ കൊണ്ട് വെച്ചു, അത് നട്ടു കേട്ടോ. പക്ഷെ വിളവെടുക്കാൻ എന്റെ ഒരു പ്രയത്നവും വേണ്ടായിരുന്നു. അവിടെ ചെല്ലുമ്പോ മുറിച്ചെടുത്താൽ മതി. എന്റെ അത്രയുള്ള കൊലകളാണ് നിങ്ങളെ ആരുണ്ടാക്കി. ഇതെല്ലാം തരാൻ കഴിവുള്ള അപ്പൻ എന്താ ഒന്നും നോക്കാത്ത? എന്നൊരു ചോദ്യം പറയുക, ഈ ആലയം എവിടെ പണിയും? ഈ ആലയം ഞാൻ എവിടെ പണിയും? നമുക്കൊരു ഭാഗത്തേക്ക് പോവാം. മറ്റേ 45 വേണം സമയം. 36 വായിച്ചോട്ടെ. പുറപ്പാട് 36:1 വായിച്ചു. വേഗത്തിൽ പോണം. പറയാൻ നിൽക്കാൻ പറഞ്ഞത് നിൽക്കണം. ഒരാൾ വേഗത്തിൽ വായിച്ച് സഹകരിക്കണം. ഇല്ല, 2 പേര് വായിക്കും. യഹോവ മനസ്സിൽ ജ്ഞാനം നൽകിയിരുന്ന എല്ലാവരെയും. ആ വാക്ക് എല്ലാവരും പറഞ്ഞേട്ടെ. അപ്പൊ ഈ ജ്ഞാനം നൽകുന്ന ആരാ? ചിലർ വിചാരിക്കണം എന്റെ അപ്പൻ ആശാരി ആയതുകൊണ്ട് ഞാനും ആശാരിയാണ്. നടക്കല. ഹല്ലേലൂയ. ചിലർ വേണം കുലത്തൊഴിലാണ് ഞങ്ങളുടെ കുലത്തൊഴിൽ. ഇതിനകത്തിരിക്കുന്ന വരയ്ക്കാൻ കഴിവുള്ളവരില്ലേ? കഴിവുള്ളവരില്ലേ? ഉണ്ട്. ഇപ്പൊ മേശരി ഇരിക്കണു. അവൻ ആ പണിക്കൊരു ജ്ഞാനം. ചിലരോട് ഞാൻ പോയി പഠിച്ചതുണ്ട്. എല്ലാവരും പഠിക്കുകയല്ല. എത്ര പേരൊന്നും കയ്യാളായിട്ട് തുടരുന്നറിയാം. മടിയന്മാർ ചെയ്യാൻ. ചിലരുടെ മേസ്ത്രിയിൽ കയറ്റം കിട്ടും. കയ്യാളന്മാര് ബുദ്ധിമാന്മാർ. താഴെ നിന്ന് എടുത്ത് കൊടുത്താൽ മാത്രം മറ്റേതൊക്കെ കോണ് നോക്കണം, അളവ് നോക്കണം, പഠിക്കണം. അതിന് കണക്കുണ്ട്. ഒരിക്കലും നമുക്ക് ശ്രീമാർ ഒരു പതിര് കെട്ടി തന്നു. പഠിച്ചു പറഞ്ഞ സമയം പുള്ളി പോയി. ഞാൻ നോക്കിയപ്പോ മതിൽ പോലും. ഞാൻ വിളിച്ചിട്ട് ഇതെന്താ ഇങ്ങനെ ഇരിക്കണം എന്ന് ചോദിച്ചു. അപ്പോ
അവൻ പറയണേ ഇങ്ങനെ ഇരുന്നങ്ങ് ഉണങ്ങിക്കോളൂ. ഞാൻ പറഞ്ഞു നടക്കൂല എന്ന് പറയാൻ എനിക്കൊരു ഞാൻ കെട്ടാറിയ. പിന്നെ അവൻ തന്നെ ഉളിയൊക്കെ എടുത്തെല്ലാം ഓരോന്നായിട്ട് പൊളിച്ച് താഴെ വെച്ച് മാന്യമായിട്ട് നേരത്തെ കിട്ടിയപ്പോൾ ആ ഉഴപ്പത്തിനൊക്കെ മാറ്റി നീറ്റായിട്ട് പഠിച്ചുകൊണ്ടിരിക്കണ്ടല്ലോ. അളവ് എല്ലാം കറക്റ്റാണ്. ഇവിടെ കണ്ടോ, യഹോവ മനസ്സിൽ ജ്ഞാനം നൽകിയവർ എല്ലാവരെയും. അപ്പൊ ഇനി ആരും പറയരുത് എനിക്ക് ദൈവം ജ്ഞാനം നൽകിയില്ലെന്ന്. കള്ളം പറഞ്ഞ അടി കിട്ടും, ഉറപ്പാ. ചില പറയണ്ട, എനിക്കാ ജ്ഞാനം തന്നില്ല, വചനം വായിക്കാൻ ജ്ഞാനം തന്നില്ല, പ്രസംഗിക്കാൻ ജ്ഞാനം തന്നില്ല, പ്രാർത്ഥിപ്പാൻ ജ്ഞാനം തന്നില്ല. ആവശ്യം തരണം, ഇതെല്ലാം വായിക്കും. ശരിയല്ലേ പറയുന്നത്? ആമേൻ. എനിക്ക് മരച്ചിനി കഴിക്കാൻ ജ്ഞാനം തന്നില്ല, മീൻ കഴിക്കാൻ ജ്ഞാനം തന്നില്ല, എനിക്കത് തന്നില്ല, ഇത് തന്നില്ല. ഉള്ളക്കാരാ, പരിപാടി പറഞ്ഞു. ഹല്ലേലൂയ. നാളൊരു യുവാവ് പറഞ്ഞതുപോലെ, ഞാൻ പാപിയാണെന്ന് തോന്നുന്നു, വലിയ സുനാമി പോലെ തിരവരും. അറിയാമെങ്കിൽ കർത്താവിനെ ദൂഷിക്കരുത്. അവിടെ ഇരിക്കുന്ന പദങ്ങൾ കണ്ടോ? ജ്ഞാനം നൽകിയവരും അവരെ എല്ലാവരെയും. അടുത്ത് പ്രവൃത്തിയിൽ ചേരുവാൻ മനസ്സിൽ. കരമത്സരം മാത്രം കൊടുത്ത നീ പറയാൻ പറ്റുമോ എനിക്ക് ജ്ഞാനം തന്നില്ല? ഹല്ലേലൂയ. ഈ പായിട്ടോണ്ടിരിക്കുമ്പോ ചിലര് കണ്ടിട്ടില്ലേ, റോസമ്മേ എവിടെയായിരുന്നു എന്നിട്ട് ഏറെ കണ്ടു വെച്ച് നോക്കിയിട്ട് തീർന്നു, ഇനി അകത്തിരുന്ന് ബാക്കി പറയാം. അങ്ങനെയുള്ള ചില ക്രൂരകളും ക്രൂരന്മാരും. ഞാൻ ആ ഭാഗം ഒന്നുകൂടെ വിവരിക്കാം. ഇവരിവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? കുമാരി വന്നോ ഇതെല്ലാം പറയുമ്പോ ഇവിടെ പായിട്ടു ഉണ്ണാൻ കയറാന്ന് പറയുന്ന പോലെ നമുക്ക് അകത്തിരുന്ന് ബാക്കി സംസാരിക്കും. ചിലരങ്ങനെയല്ല, ഇത് കണ്ടിട്ട് ഉത്സാഹം തോന്നി. ജ്ഞാനം പ്രാപിച്ചവൻ ചെയ്യുന്നത് കണ്ടിട്ട് ഉത്സാഹം തോന്നി. വചനം വായിക്കുന്നവനെ കണ്ടിട്ട് ആ വഴിക്ക് വരാതെ മാറി നടക്കുന്ന കൊള്ളക്കാരാ. എന്നാൽ ചിലർക്ക് അത് കണ്ടിട്ട് എന്ത് തോന്നി? എനിക്കും അതുപോലെ എന്ത് ചെയ്യണം. എത്ര പേർക്ക് മനസ്സിലായി? പ്രവചിക്കുന്നവരെ കണ്ടിട്ട് അവരുടെ നമുക്ക് നിർബന്ധിച്ചതുകൊണ്ട് ചിലരൊക്കെ തടക്കിട്ട് കൊണ്ടുവരുന്ന കണ്ടാലേ നമ്മുടെ ഈ പെന്തക്കോസ് പാസ്റ്ററും പെന്തക്കോസിന്റെ ആൾക്കാരും അല്ലെങ്കിൽ സത്യസുവിശേഷം പറയുന്നവരും ഒക്കെ ഒരു വിഗ്രഹത്തെ ചുമന്നുകൊണ്ട് വരാൻ ഈ പാടില്ല. മനസ്സിലാകുന്നുണ്ടോ? ഒരു നാരങ്ങ വെള്ളം കുടിക്കുന്ന പൈസ പോലും 100-300 രൂപയ്ക്ക് വരും. ഇന്ന് സഭയിൽ വന്ന പൈസ കൊടുക്കണം, വിളിച്ചവർ കൊടുത്തോളൂ. അതിശയിപ്പിച്ചു. കയ്യിലുണ്ട് എന്ത് പണയം വെച്ചു? ധനമുള്ളവൻ എടുക്കുകയല്ല. മനസ്സിലാവുന്നുണ്ടോ? ആ പദങ്ങളൊക്കെ എത്ര ഭംഗിയോടെ എഴുതി വെച്ചേക്കുന്നു. ദൈവം ജ്ഞാനം പകർന്നവൻ, അവനെ കണ്ടിട്ട് മറ്റവർക്ക് എന്ത് തോന്നി? ചിലർ ഈ ഇരിപ്പുണ്ടല്ലോ, ഈ മുതലിരിക്കാൻ പറയാം, മുനി തപസ് ചെയ്യുമ്പോൾ ചിലരാണ് പ്രാർത്ഥനയിലാണ് എന്നെ ശല്യപ്പെടുത്തുന്നത്. പ്രവൃത്തിയില്ലാത്ത പ്രാർത്ഥനയ്ക്ക് കള്ളത്തരം പ്രാർത്ഥന. ഇറങ്ങി വരുമ്പോ നിന്റെ മുഖത്ത് തേജസ് ഉണ്ടോ, നിന്റെ വായിൽ നിന്ന് നല്ല വാക്ക് വരുന്നുണ്ടോ, കോപം അടങ്ങിയോ, നിന്റെ അകത്ത് കെട്ടി നിന്ന കയ്പ് പോയോ, വെറുപ്പുകൾ മാറിയോ, സ്വയം എഴുന്നേൽപ്പുകളൊക്കെ മാറിയോ കൊള്ളാം, നീ വിശുദ്ധൻ. ഇല്ലെങ്കിലുണ്ടല്ലോ ഭരതമുനി തപസ്സിരുന്നത് പോലെ. അല്ല, വിശ്വാമിത്ര ഈ കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ച വിശ്വാമിത്രനെ തിലോത്തമയെ കണ്ടു. അവൻ നിനക്ക് ആവശ്യമുള്ളത് വരുമ്പോ കണ്ടുറക്കല്ലേ. അല്ല, അങ്ങ് സ്വർഗത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് സ്ലിം 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 സ്ലിം
വ്യാജ പ്രാർത്ഥനകൾ തുടങ്ങും. ഹല്ലേലൂയ. ആത്മാവിൽ കത്തിക്കേറി പോകുന്നതുകൊണ്ട് ഞാൻ ആ ശബ്ദം കേട്ടില്ല, വ്യാജം. അപ്പോഴാണ് പൂരപൊളിയുന്ന ശബ്ദം കേൾക്കോ, രണ്ട് വണ്ടികൾ തമ്മിൽ ഇടിക്കുന്ന ശബ്ദങ്ങൾ കേൾക്കോ, കേൾക്കും. പക്ഷെ ചില അങ്ങനെ ഉണ്ട്. ഞാൻ പ്രാർത്ഥനയിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എത്ര സമയം പ്രാർത്ഥന? 3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പഠിക്കും. 3 ദിവസവും പ്രാർത്ഥനയിലായിരുന്നു. ഹല്ലേലൂയ. ഞാൻ വാക്യം എഴുതിയിരിക്കുന്നതാണ്. ചില പറയാണ് എന്റെ തല ഒന്ന് കുലുക്ക്, അഭൂതറിയും. ഈ കള്ളന്മാരും ബുദ്ധിമാന്മാരും ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് ഈ വചനം ഇങ്ങനെ എഴുതിയത്. കാരണം എന്നറിയാമോ? എനിക്ക് കൃപ ലഭിച്ചില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കും. നിങ്ങൾക്ക് കൃപ ലഭിച്ചു, അതുകൊണ്ട് നിങ്ങൾ പാടുന്നു. ഹല്ലേലൂയ. ചിലർ പറയണേ പാട്ടുകാരി കണ്ടു, എനിക്ക് അതുപോലെ പാടാൻ പറ്റുന്നു. നീ ഒരു മൂളിപ്പാട്ടെങ്കിലും പാടി നോക്കാദ്യം. ഞാൻ എന്നെ പറഞ്ഞു ഇരിക്കുന്ന പലരുടെ ഹൃദയം ഞാൻ പറഞ്ഞു പാടണമെന്നുണ്ട്, പക്ഷെ പാടുക. വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ 2 പാട്ട് കേട്ട് പാടുക. ആ സമയം ബാക്കി റീൽസ് കാണുന്നത് കുറയ്ക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ആലയത്തിനകത്തേക്ക് കയറി വരുമ്പോ ഒരു പാട്ടങ്ങ് വരും. ആമേൻ. നീ ആരോട് കൂടെ ഇരുന്നോ അത് പുറത്തു വരും. അതുകൊണ്ട് പറയുന്നു, ഞാൻ 2 മണിക്കൂർ ഞാൻ പ്രാർത്ഥിക്കാൻ കയറി. ആ 2 മണിക്കൂർ കഴിഞ്ഞിറങ്ങിയിട്ട് കൊലപാതകം നടത്തുന്നതിനെ കുറിച്ച് എന്ത് പാട്ട്. ഈ അമ്മയെ അടിച്ചു കൊല്ലാൻ ശ്രമിച്ചവനൊക്കെ ഇർഫാൻ ഇടയ്ക്ക് തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത നടന്നു. അപ്പൊ ക്ലൂബറി കയറി ഒരു ഇരുന്നാ പറയാൻ. അപ്പൊ അവന് അർഹിച്ച ന്യായവിധിയൊന്നും ഞരമ്പ് പോയി. അവനിനി ഓർമ്മ കാണത്തില്ല. ജീവിച്ചാലും ജീവച്ഛവമായി ജീവിക്കും. അവൻ അങ്ങനെ തന്നെ വേണമെന്നും അല്ല, അവനെ തൂക്കിക്കൊല്ലണമെന്നൊക്കെ പലരും വിധിക്കുന്നുണ്ട്. എന്തോ സംഗതി എന്തോ അവന്റെ. ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കടുത്ത ന്യായവിധി ഉണ്ടായി എന്ന് പറയുന്നു. മാനസാന്തരപ്പെടാൻ ഇതാണ് സമയം. ഇതത്രേ സുപ്രസാദ സമയം. എല്ലാവരും പറഞ്ഞാട്ടെ, അടുത്തിരിക്കുന്ന ആളത്ത് കുരുക്കി വിളിച്ചു പറയും, ഇതത്രേ സുപ്രസാദ കാലം. അപ്പൊ ദൈവത്താൽ മനസ്സുണർത്തപ്പെട്ടവരും ദൈവത്തിന്റെ ജ്ഞാനം പ്രാപിച്ചവരും, ഞാനത് പറയണമെന്ന് അറിയും, പാടാനും വരയ്ക്കാനും എഴുതാനും ലേഖനം എഴുതാനും ഓടി നടക്കാനും. ഇപ്പോ പിന്നെ ഒരു യുവാവ് ചാടി ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ യുവാവ് ചെയ്യാത്ത പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളൊരിക്കലും പരീക്ഷനാകരുത്. നമ്മളൊരു പരീക്ഷ കിടപ്പുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം എന്ത് ചെയ്യണം? ഒരിക്കലും അങ്ങനെ കരുതരുത്. ആ പേര് ഈ ടോണിന് പോലും വ്യത്യാസമില്ല സംഭാഷണത്തിന്. എന്റെ ശബ്ദം ഒരിക്കലും അല്ല ജിനോയുടെ ശബ്ദം. ജിനോയുടെ ശബ്ദമല്ല അജേഷിന്റെ, അതല്ല ശ്രീകുമാറിന്റെ, അതല്ല കുട്ടണ്ണന്റെ, അതല്ല അനന്തുന്റെ. പക്ഷെ ഇതെല്ലാം കുറവ് തന്നെയാണ്. പക്ഷെ അതിന്റെ താളല്ലേ നിങ്ങൾ കണ്ടു. അപ്പൊ അവൻ പറയാണ്, എനിക്ക് അതുപോലെ ശബ്ദം കിട്ടില്ല. നിനക്കുള്ള ശബ്ദത്തിൽ നന്നായിട്ട് ഉപയോഗിക്കേ. നിനക്ക് അതുപോലെ മർമ്മങ്ങൾ രഹസ്യമാ മനസ്സിലാകുന്നില്ല. എന്നെക്കാൾ നന്നായിട്ട് പറ്റി വേണ്ടാത്ത മർമ്മങ്ങൾ നിനക്കറിയില്ലേ? നിനക്ക് അങ്ങനെ ഒരു ഭാവമുണ്ട്. അങ്ങനെ ജ്ഞാനിയാ കേട്ടോ പാസ്റ്റർ. പക്ഷെ ഞാൻ പറയും അതിലും എത്രയോ വലിയ ജ്ഞാനിയാ നിങ്ങൾ പലതിലും. ഹല്ലേലൂയ. ഇപ്പോഴിതിന് സ്പീഡ് കുറഞ്ഞ് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇതാരെ കൂടെ അജേഷിനെ വിളിക്കാം, അനന്തുവിനെ വിളിക്കും. ഇവർക്കൊക്കെ അറിയാവുള്ളൂ. ജിലോവിന്റെ ബുദ്ധിമാൻ ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ഞാൻ അജേഷിനെ വിളിക്കുമ്പോ സെക്കൻഡ് കൊണ്ടാണ് ശരിയാക്കി തരുന്നേ. അപ്പൊ അതിന്റെ അർത്ഥം ഇതിന് ഭയങ്കര വ്യാപാരമല്ലേ? പുതുനിയമ തലമുറ. ഞാൻ പറഞ്ഞല്ലോ തെറ്റുണ്ടോ? ചില കാര്യങ്ങളൊക്കെ പറയുന്നത് അതുപോലെ പാടുന്ന കാര്യമാണെങ്കിൽ ഇതൊക്കെ 2 ആഴ്ച പ്രാക്ടീസ് ഇല്ലെങ്കിൽ തുരുമ്പെടുത്ത വാളായി മാറും. തുരുമ്പെടുത്ത പിച്ചാത്തിയുടെ കാര്യം പറഞ്ഞില്ലേ? ഇന്ന് വചനം വായിച്ചു. ഇനി അടുത്ത മാസം പിന്നെ സ്ത്രീകളുടെ കൂട്ടായ്മയിൽ ഞാൻ വരും. ഞാൻ ആ ഭാഗം തൊടുന്നില്ല. ആമേൻ. വായിച്ചോണം. ആ വാക്യം എല്ലാരും പറയണം.
യഹോവ യഹോവ മനസ്സിൽ മനസ്സിൽ ജ്ഞാനം ജ്ഞാനം നൽകിയിരുന്ന എല്ലാവരെയും പ്രവൃത്തിയിൽ ചേരുവാൻ മനസ്സിൽ ഉത്സാഹം തോന്നിയ എല്ലാവരെയും വിളിച്ചു. രണ്ട് കൂട്ടരുണ്ട്. ചിലര് ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് ആണ്, ചിലരുടെ കാര്യത്തിൽ കർത്താവ് വെയിറ്റ് ചെയ്യും. ഹല്ലേലൂയ. ഈ കടയിൽ സാധനങ്ങൾ നേരത്തേക്ക് കണ്ടിട്ടുണ്ട്. പണ്ടത്തെ കാലത്ത് കണ്ണാടി കുട്ടി വെച്ച് നമ്മൾ പോയി നോക്കി കാണിക്കുമ്പോൾ വളരെ പ്രയാസപ്പെട്ടെടുത്ത് തരും. ചില തുണിക്കടയിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ സെയിൽസ് ഗേൾ നിൽക്കുന്നത് കണ്ട മുതലാളി തോറ്റു. അതെടുക്കൂ, അത് പാകമാകി, അത് നിങ്ങൾക്ക് കാണിച്ചു തരും, അത് കണക്കായിരിക്കും, എടുക്കുകയല്ല. ആ കട 6 മാസത്തിന്റെ അപ്പുറം കടന്നുപോയി ഈ സെയിൽസ് ഗേൾ നിൽക്കുകയാണെങ്കിൽ. പക്ഷെ ശമ്പളം കൃത്യമായിട്ട് കിട്ടിക്കോണം. എന്തിനാ ഈ മുട്ടായികൾ കളറിലൊക്കെ നിരത്തി വെക്കണം അറിയാം? ഈച്ചയെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പലരും വിചാരിക്കണ ഈച്ചയെ പിടിക്കാനാണ്. ഈ വന്ന് നിൽക്കുന്നതിൽ ചില കുരുത്തക്കേടുള്ളതുണ്ട്. അത് കാണുമ്പോ കളർ കാണുമ്പോ അതിന്റെ ഈച്ചയാണ്. ഇത് 2 കിലോ, ഇത് 1/2 കിലോ, ഇത് 1 കിലോ. യേശു ഒരു പട്ടണത്തിൽ കൂടി ഇങ്ങനെ കടന്നു പോവുകയാണ്. അയലോക്കം എന്ന് പറയുന്നത് ജാതികളുടെ പട്ടണം. അവിടെ ഒരു ചേച്ചിയുണ്ട്. ചേച്ചി ആയിക്കാണ്, ഇത്രയും കാലായി. സുറേഫാനക്കാരിയാണ്, നിവതിയാണ്. ഇന്ന് വലിയ മുമ്പേക്കാലം പ്രായമാണ് ജീവിച്ചത്. അപ്പോ ഇവള് യേശുവിനെ കുറിച്ച് നന്നായിട്ട് കേട്ടു. കർത്താവാണെങ്കിൽ അവരുടെ മുമ്പിൽ കൂടി ഉലാവുകയും ചെയ്തു. പ്രവൃത്തികൾ ചെയ്യുന്നു, ശിഷ്യന്മാരുമായിട്ട് വചനം പങ്കുവയ്ക്കുന്നു. ഇങ്ങനെ കർത്താവ് എന്ത് ചെയ്യുന്നു? ചിലരുടെ മുമ്പിൽ കൂടി കർത്താവ് തലങ്ങും വിലകുന്നതാണ്. നിനക്ക് വേണമെങ്കിൽ പിടിച്ചോടെ, നിനക്ക് വേണമെങ്കിൽ പിടിച്ചോടെ. ചിലരൊക്കെ ചാടി പിടിക്കും, അപ്പോ എനിക്ക് വേണം. ചിലരെ വീട്ടിൽ ചെന്ന് മുട്ടി വിളിക്കും. ചിലരെ ക്രെയിൻ വെച്ച് പൊക്കിക്കൊണ്ട് വരും. ചിലതിന് സമീപത്തൂടെ ഒറ്റ പ്രാവശ്യം പോകും. ബർത്തിമായിക്ക് കണ്ണ് കണ്ടുകൂടെങ്കിലും അവന്റെ അകക്കണ്ണുകൾ കർത്താവിനെ കണ്ടു. ഹല്ലേലൂയ. കർത്താവ് നടന്നുപോയത് യെരിഹോ പട്ടണത്തിൽ കൂടെയാണ്. ശപിക്കപ്പെട്ട പട്ടണം, ശപിക്കപ്പെട്ട ദേശം. യോശുവ പറഞ്ഞു, ഈ പട്ടണത്തിന്റെ മേലൊരുത്തൻ കട്ടള വെച്ച അവന്റെ ഭവനം തകരും. പ്രവാചകനാണ് യോശുവ. ആ യോശുവയുടെ സ്ഥാനത്ത് യേശു വന്നപ്പോ ഹല്ലേലൂയ, അതിനകത്തുള്ള സകലവിധ ശാപങ്ങളും നിൽക്കുകയാണ്. കണ്ടോ? കാഴ്ചയില്ലാത്തവന് കൃപ ലഭിച്ചു. അവന്റെ അകക്കണ്ണുകൾ വിളിക്കുകയാണ്, യേശുവേ, ദാവീദ് പുത്രാ, എനിക്ക് ഈ കണ്ണെ കണ്ടുകൊടുത്തുള്ളൂ, പക്ഷെ എനിക്ക് നിന്നെ കാണാം. നീ ദൈവപുത്രൻ, നീ സൗഖ്യദായകൻ, വിടുവിപ്പാൻ കെൽപ്പുള്ളവൻ. ഹല്ലേലൂയ. കൂടെ ഉള്ളതിന് 90,000 കണ്ണു കൊടുത്താലും ആരെ കാണാൻ പറ്റുന്നില്ല. ഇസ്രായേൽ കർത്താവിന് വന്നു. അതുകൊണ്ടാ പറഞ്ഞ ഈ മിഠായികളൊക്കെ നിരത്തി വെച്ചിരിക്കുന്നത് പോലെ ഈ സുറേഫാനക്കാരിയുടെ മുമ്പിൽ കൂടി കർത്താവ് പോകുമ്പോ ശിഷ്യന്മാർക്ക് അവളെ കണ്ട് മനസ്സിലായി. യേശു മനസ്സിലിച്ചത് അവിടെ വചനം പറയും. ശിഷ്യന്മാർക്ക് അവളെ കണ്ടപ്പോ പാവം നല്ല പെങ്കൊച്ച് കരഞ്ഞുകൊണ്ട് വരും. നമുക്ക് അങ്ങനെയാണല്ലോ, പെങ്കൊച്ച് വീണടന്ന എടുക്ക എത്ര പേര്? ഒരു അമ്മച്ചി വീണടന്നാൽ 108 വിളിക്കും. ഇല്ലെങ്കിൽ താങ്ങാൻ എത്ര പേർ, എടുക്കാൻ എത്ര പേർ, കൊടുക്കാൻ എത്ര പേർ. ഞങ്ങളുടെ ജീവിതം മറന്നാൽ കൊണ്ട് ആശുപത്രി കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഒരു അമ്മച്ചിയെ അപ്പൂപ്പനാണെങ്കിൽ 108 വന്നിരിക്കുമ്പോ കൂടെ കയറാൻ ആരും കാണുകയില്ല. ആരെങ്കിലും കൂടെ വരൂ, ഞങ്ങളെല്ലാവരും ഹല്ലേലൂയ. ഈ സുറേഫാനക്കാരിയെ കണ്ടിട്ട് യേശു മൈൻഡ് ചെയ്തില്ല. കർത്താവ് ആ ഗ്രാവിറ്റി അങ്ങനെ വിട്ടു. പക്ഷെ യേശു അവളുടെ മുമ്പിൽ അങ്ങനെ രാജത്വത്തിൽ നടക്കുമ്പോ ശിഷ്യന്മാര് പറഞ്ഞു, കർത്താവെ, അവള് ഇങ്ങനെ പുറകെ വരുവാ. അവർക്ക് അതിശയമാണ്. കർത്താവ് സാധാരണ ആരെങ്കിലും വരണ്ട, പിടിച്ചൊക്കെ സൗഖ്യാക്കുന്നതാണ്. ഒരാൾ പോലും സൗഖ്യാകാതെ പോയില്ലെന്നാ വചനം പറയുന്നു. ഇവള് കിടന്ന് നിലവിളിച്ചിട്ട് മിണ്ടാട്ടമില്ലാതെ നടക്കുക. മനസ്സിലായോ? ചില പ്രവൃത്തിയെ കണ്ടിട്ട് ഉത്സാഹമുള്ളവരായി
ഹല്ലേലൂയ. യേശുവിന്റെ പ്രവൃത്തിയെ കണ്ട ഇവൾ ഒരു വൈദ്യരെയോ മന്ത്രവാദിയോ ഒന്നും അല്ല അന്വേഷിച്ചത്. അവൾ അന്വേഷിച്ചത് യേശുവിന്റെ പ്രവൃത്തി കണ്ടിട്ട് അവൾ ഇങ്ങനെ പറഞ്ഞു, നായ്ക്കുട്ടികൾക്ക് കൊടുത്തിട്ടതിന്റെ നുറുക്ക് കഷ്ണമാണെങ്കിലും എനിക്ക് നിങ്കലുള്ള പ്രവൃത്തിയിൽ വിശ്വാസമാണ്. അതുകൊണ്ട് ഞാൻ നിന്റെ പുറകെ വരും. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് ഇത്രയും മാത്രം, സ്ത്രീയെ നിന്റെ വിശ്വാസത്തിന്റെ രക്ഷ സമാധാനത്തോടെ പോകും. ആ നാഴികയിൽ വീട്ടിനകത്ത് പ്രവൃത്തി നടന്നു. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം പലപ്പോഴും ചത്ത വിശ്വാസവും പലപ്പോഴും പ്രവൃത്തി കണ്ടിട്ട് വിശ്വസിക്കാത്തതുമായി പലവിധമായ അനാചാരങ്ങളിൽ പെട്ടതുപോലെ വിശ്വാസം ഒരു ആചാരമാക്കി തീർക്കരുത്. എങ്കിൽ നീ പരീശനാണ്. നിന്റെ നീതി പരീക്ഷന്റെ നീതിയെ കവിഞ്ഞു വരണം. ഇവിടെ കണ്ടോ, നീക്കുപോക്കില്ലാതെയാ വചനം എഴുതി വെച്ചേക്കണേ. ആരെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ടോ കൃപ ലഭിച്ചവരും ഞാൻ ലഭിച്ചവരും ഒക്കെ ചെയ്തു. ഹല്ലേലൂയ. ഈ കൊച്ചിനെ കൊണ്ട് IT-യിലാക്കിയ സമയത്ത് ഇവളിപ്പോ സിമെന്റിന്റെ കണക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ചുമ്മാ വീണ് അളവെടുക്കും. അപ്പൊ അതാണ് ബ്രിക്ക് ഇതൊക്കെ പറയുന്നു. ഒരു താല്പര്യമില്ലെങ്കിൽ എന്ത് ചെയ്യണം? അവക്കൊരു താല്പര്യമില്ലെങ്കിലും ഇവിടെ നിന്ന് അവിടെ ചെന്ന് ജയിലിൽ ചെല്ലുമ്പോൾ അവിടെ പഠിപ്പിക്കുന്ന എന്താണ്? ബ്രിക്ക്, അളവ്, തൂക്കങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ കുറച്ച് നേരത്തേക്കെങ്കിലും ഇത് ഹൃദയത്തിൽ കിടക്കുക. ചിലർക്കത് മനസ്സിലായി. ആകെ 10 മുതൽ 4 വരെയുള്ള സമയത്തിരിക്കുമ്പോ എന്നെ അതിശയിപ്പിച്ചൊരു കാര്യമാണ്. ഞാനിതിന്റെ സാഹൂതം നോക്കി. ഹല്ലേലൂയ. ഒരിടത്തും കൊണ്ടുപോകാൻ പാടില്ല. എവിടെ നോക്കിയാലും അളവ് തൂക്കങ്ങളും സിമന്റ് ചേരുന്നതും കണക്കുകളൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലായി, ഇടം വലം വിടാതെ അവിടെ ഇരുത്തുന്നുണ്ട്. അപ്പൊ ബുദ്ധിയില്ലാത്തവളാണ്. ബുദ്ധിയില്ലാത്തവളാണ്. ചിലതിനെ ജയിലിൽ അടച്ചാലേ പഠിക്കത്തു. ചിലതിനെ ജയിലിലിട്ടാലേ പഠിക്കത്തോ. എത്ര മനസ്സിലായി? അതുപോലെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കാതെ ദൈവവചനവുമായി ഇരിക്കുന്നു എന്ന് പറയുന്നവനോട് പറയുന്നു, നിന്റെ വായിൽ നിന്നും നിന്റെ കണ്ണുകളിൽ നിന്നും നിന്റെ കാലുകളിൽ നിന്നും എന്തിനോട് കൂടെയാണോ ഇരുന്നത് അത് വരണം. വചനത്തോട് കൂടെ ഇരുന്നെങ്കിൽ വചനം കൊണ്ട് കഴുകണം, വചനം പങ്കുവയ്ക്കണം. ഹല്ലേലൂയ. വചനം പഠിപ്പിക്കണം. അല്ലാതെ എനിക്ക് മനസ്സിലാവുന്നു, എനിക്കതൊന്നും മനസ്സിലാവുന്നു, ഇരിക്കുന്നില്ലതേ. ഹല്ലേലൂയ. ആരും മിണ്ടുന്നില്ല. കാര്യങ്ങളൊക്കെ കത്തിയെന്ന് എനിക്ക് തോന്നണേ. മനസ്സിലായോ? ആയോ? ആമേൻ. ഞാൻ കുറ്റം പറഞ്ഞൊന്നുമല്ല, ഞാൻ അതിശയിച്ചു പോയി. ഏത് ക്രെയിനൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ ഇത് കിട്ടിയടുത്തൊന്ന് കൊണ്ടുവരല്ലേ. അപ്പൊ ഇവിടെ മാത്രം പൊട്ടൻ ചങ്കുതും പോലെ ഞാൻ നിന്ന് ഊതിയിട്ട് ഒന്നും പുറത്തു പോടില്ലെങ്കിൽ എന്നെക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് അവിടുത്തെ സാറന്മാർ. അവിടുത്തെ സാറന്മാരെ വരുന്ന അല്ല, അവര് ഫോട്ടോയെങ്കിലും വെച്ചൊന്ന് ഗിൽബർട്ടോ, മനോജ്, ഷീമ ടീച്ചർ, നിധി ടീച്ചർ, ഗിനി ടീച്ചർ, ഗിനിക്കോഴി, ലില്ലി, ആന്തോവൻ, ഈ 3 പേര് ചരിത്രം രചിക്കുന്നു. 19 വർഷമായി എനിക്ക് രചിക്കാൻ പറ്റാത്ത ചരിത്രം രചിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? എത്ര സിമ്പിളായിട്ടാണ് തലയ്ക്കത് കയറ്റി വിടുന്നറിയും. ഇവിടെ കിടന്ന് എന്തെല്ലാം മർമ്മങ്ങൾ, എന്തെല്ലാം താളലയങ്ങൾ, അതിന്റെ വചനത്തിന്റെ മുത്തുകൾ ഇതൊക്കെ വാരി വിതറുമ്പോഴൊക്കെ നിങ്ങൾ കേട്ട് തൃപ്തിയടയുന്നത് കാണുമ്പോ ഞാനും എന്റെ പിതാവും കോൾമേൽ കൊള്ളും. എനിക്കൊരു കാര്യം മനസ്സിലായി, ഏറ്റവും പഠിപ്പിക്കാൻ അറിഞ്ഞൂടാത്ത ആളാണ്. ഹല്ലേലൂയ. നിങ്ങളെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും. പുത്തന്റെ കയ്യിലേൽപ്പിച്ച് പഠിപ്പിക്കും. ഷാജിന്റെ കയ്യിൽ മാനസാന്തരപ്പെടാൻ മനസ്സില്ലാത്തവരെ ഹല്ലേലൂയ. ആരോഗ്യത്തിൽ പറഞ്ഞു ചില കാര്യങ്ങളൊക്കെ
ആ ശമ്പളം തരുന്നുണ്ട് കാര്യം പറ. ഞാൻ ശമ്പളം ഒന്നും തരുന്നില്ല, ഉണ്ടെങ്കിൽ തരാൻ ശമ്പളമില്ലല്ലോ, ഇത് ജോലിയല്ലല്ലോ. അവേ പറയൂ സർ, 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 പറയൂ സർ, 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 സർ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടി, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടി, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, യേശു മാത്രം കർത്താവെന്ന്. കുഞ്ഞാടേ വാഴുക, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. കുഞ്ഞാടേ വാഴുക, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടി, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടി, യേശു മാത്രം കർത്താവെന്ന്. ഹല്ലേലൂയ, ആമേൻ. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം എവിധം. ആ വചനങ്ങൾ വീണ്ടും വീണ്ടും ധ്യാനിക്കുമ്പോൾ നോക്കുകയാണ്, സർവശക്തനായ ദൈവം ഒരു സൃഷ്ടിയെ ഉണ്ടാക്കി തന്റെ ആത്മാവിനെ പകർന്ന് ജീവനെ പകർന്നിട്ട് അവരോട് ചോദിച്ചു, നീ എനിക്ക് പണിയുന്ന ആലയമേ വിധം. ആരും മനസ്സിലായത്? എല്ലാം നിന്റെ മുമ്പിൽ നിരത്തി വെച്ചിട്ട് പറഞ്ഞു, നീ പണിയുന്ന ആലയം ഏ വിധം. എനിക്ക് നീ ഒരു ആലയം. അപ്പൊ കുരുങ്ങിയില് ദാവീദിന്റെ അടുത്ത് ആലയം പണിയുടെ കാര്യം പറഞ്ഞപ്പോ ഇതിനിപ്പോ സമയമില്ല തൊടാൻ, എന്നാലും പറഞ്ഞു പോവാണ്. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ഒരു സാക്ഷ്യപെട്ടകം പണിയണം. നിങ്ങൾ ആ പണി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഇന്ന് അതൊക്കെ വായിച്ചിട്ട് ഇന്നാളാരും പ്രസംഗിക്കുന്ന കേട്ടു, ഇന്നത്തെ കാലത്ത് ഒരു എഫോദ് ഉണ്ടാക്കാൻ 2.5 കോടി രൂപ വേണം. ഇനി ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു യാഗം നടത്താനോ, ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു അങ്കി ഉണ്ടാക്കണമെങ്കിൽ പോലും നിങ്ങൾ അതിന്റെ അളവ് തൂക്കങ്ങളൊക്കെ വെറുതെ ഒരു 2-3 ദിവസത്തിൽ വായിക്കും. പുറപ്പാട്, ലേവ്യ, സംഖ്യ, ഈ പുസ്തകങ്ങളിലൊക്കെ കിടക്കുമ്പോ അതിനകത്ത് ഒരു വളയം എങ്ങനെ ഇരിക്കണമെന്ന് പോലും എഴുതി വെച്ചിട്ടുണ്ട്. ഈ വളയം ഇങ്ങനെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളാണെങ്കിൽ അവിടെ മാവളയിൽ പോയി അവിടെ ദാരിദ്ര്യത്തിൽ ഒരു വളയം കാണും. അവിടെ ചോറിൽ വെച്ചിട്ടുള്ള വളയം എന്തെല്ലാം ഇവിടെ പറയും അല്ലേ? അല്ലെങ്കിൽ നമ്മളൊരു പേപ്പർ എടുത്ത് സ്കെച്ച് എടുത്ത് കാണിച്ചിട്ടുള്ളതാണ്. എന്നാൽ പുറപ്പാട് പുസ്തകം 36 മുതൽ അങ്ങോട്ട് കിടക്കുന്ന 36-37 അധ്യായങ്ങളിലൊക്കെ ആലയപ്പണിക്ക് ഓരോ സംവിധാനങ്ങളും ഒരുക്കുന്നത് കണ്ട ഞെട്ടിപ്പോകും. അപ്പൊ ഇന്ന് രാവിലെ ഞാനത് വായിച്ചപ്പോൾ കർത്താവ് ഇത്രയൊക്കെ ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധയും ജാഗ്രതയും തന്റെ ജനത്തോട് ദൈവം കൽപ്പിച്ചു. ആമേൻ. ഞാൻ എത്ര കൃത്യമായിട്ടാണ് ഇത് ഉണ്ടാക്കിയെങ്കിൽ എന്റെ മക്കളും അങ്ങനെ തന്നെ ആയിരിക്കണം. അല്പത്തിൽ വിശ്വസിക്കുന്നവനെ നമ്മുടെ 10 രൂപ എണ്ണുന്ന കാര്യം വലിയ കാര്യമില്ല. അതിനുള്ള കീറ 10 രൂപ കൊണ്ട് പിന്നെ സ്വത്രക്കാഴ്ച എഴുതെന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ കീറയാലും കുഴപ്പമില്ല. കാര്യം നല്ലതുണ്ടെങ്കിൽ നല്ലതിന് കൊടുക്കുന്നത് ദൈവത്തിന് കൊടുക്കുമ്പോൾ നല്ലത്. ഹല്ലേലൂയ. ഇനി 50 പൈസയേ ഉള്ളൂ കേട്ടോ, മണ്ണിനടി കുഴിച്ചെടുത്ത് 50 പൈസ കൊണ്ടിടരുത്. ആരാണ്ട് പറയുന്നത് ഗുരുവായൂർ 8 കോടി രൂപ മാറാത്ത നോട്ട് കൊണ്ടിട്ട് ഇതിന് കത്തിച്ചളാണ്. കത്തിച്ചളത് കണ്ടാ പിടിച്ചോണ്ടു. ഇനി വേറെ ആൾക്ക് കൊടുക്കാന്ന് പറഞ്ഞാലും പിടിച്ചോണ്ടു. ഒരു കാര്യം മനസ്സിലായി, കള്ളന്റെ കയ്യിൽ തന്നെ ഏൽപ്പിച്ച കാര്യം കുഴപ്പമില്ല. ഇതാരെ ഏൽപ്പിച്ചു? ആ കള്ളം മാനേജ് ചെയ്തു. ഹല്ലേലൂയ. മലാക്കി പറയുന്നു കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ലത്. അപ്പൊ സാക്ഷി കൂടാരത്തിന്റെ പണിയില് നമുക്ക് വേഗത്തിൽ 2-3 മിനിറ്റ് കൊണ്ട് വായിച്ചു പോകാൻ തോന്നുന്നു. വായിച്ചു. കരപത്തിൽ മാത്രം കൊടുത്താണ്. അപ്പൊ ഇന്ന് വന്നപ്പോ കൊടുത്തില്ല, പക്ഷെ അവന്റെ മനസ്സിലൊരു മനസാക്ഷി കുത്തുണ്ടായി.
ജനം കൂട്ടമായി എന്ത് ചെയ്യുന്നുണ്ട്? ആലയം പണിക്കുള്ളതും സ്തോത്ര കാഴ്ചകളും ഒക്കെ വയ്ക്കുന്നത് കണ്ടിട്ട് അവന്റെ ഹൃദയത്തിനൊരു കാര്യം മനസ്സിലായി. ഞാൻ പലപ്പോഴും സമ്പാദിക്കുന്നത്, ഞാൻ പലപ്പോഴും ഉണ്ടാക്കുന്നതൊക്കെ പല കാര്യങ്ങൾക്ക് ഞാൻ വ്യാപാരം ചെയ്യുമ്പോ ആലയത്തിലെത്തുമ്പോ മാത്രം 36 പോക്കറ്റും തപ്പി ആദ്യം ചിലർ കണ്ടോ, അവരാദ്യം കൈവീശി വന്നെങ്കിലും അവർ വീട്ടിലേക്ക് മടങ്ങി ചെന്നപ്പോ അവർക്കൊരു കാര്യം മനസ്സിലായി. അവരുടെ ഉള്ളിൽ ഉണർത്തപ്പെട്ടു, ദൈവകാര്യങ്ങൾക്ക് ഉണർത്തപ്പെട്ടു എന്ന് വചനം പറയുന്നു. ചിലർ കണ്ടോ, നാളെ നമുക്ക് ആലയം പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ ഉടനെ തന്നെ ഹൃദയത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ ഉയർത്തിയിരിക്കും. ഉണ്ടോ ഇല്ലയോ എന്നൊന്നുമല്ല, ബാക്കി വഴി ദൈവം കാണിക്കും. ചിലരങ്ങനെയല്ല, ധ്യാനിക്കും. അവർ പൊട്ടക്കണ്ടുകൊണ്ട് പോകും. കർത്താവ് ഇരിക്കുന്നുണ്ടോ? അവർ വീട്ടിൽ ചെന്നപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. എന്റെ റോൾ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എന്റെ തലമുറകൾക്ക് വേണ്ടി, ആശുപത്രിക്ക് വേണ്ടി, എന്റെ ഇഷ്ടങ്ങൾ, ഭക്ഷണത്തിന് വേണ്ടി, ഹല്ലേലൂയ, 150 രൂപ കൊടുത്തൊരു മൂട് കഴിച്ചാൽ 100 സ്തോത്ര കാഴ്ച ഉണ്ടാവില്ലേ? ഒരു ദിവസം 3 നേരം ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒരാഴ്ചക്കാലത്തിൽ എത്ര രൂപ ചെലവ് ചെയ്യുന്നു? ഒരു അംശം എടുത്ത് ദശാംശം വയ്ക്കാൻ, ഒരു അംശം മാറ്റി വയ്പ്പാൻ. ദശാംശം വേണമെന്നൊന്നും നിർബന്ധിക്കുന്നില്ല, സ്വമേധയാ ഉള്ളത് നിന്നെ അനുഗ്രഹിച്ച കർത്താവിന് കൊടുപ്പാൻ. ദൈവനാമത്തിൽ വിതച്ചവരോട് ഞാൻ പറയുന്നു, ഒരിക്കലും നിന്റെ വിത പാഴായി പോകത്തില്ല. കളപ്പുരയിൽ ശേഖരിക്കപ്പെടും. 100 മടങ്ങായി കർത്താവ് അതിന്റെ പേരിൽ മടക്കി നൽകും. ഹല്ലേലൂയ, വിശ്വസിപ്പിൻ. ആമേൻ. ഇവിടെ കണ്ടോ, സ്വമേധയാ രാവിലെ തോറും. പിന്നെ ഇപ്പൊ ഇന്ന് കഴിഞ്ഞു, അവർ നാളെ പോയിട്ട് അവർക്ക് എന്തോ വീട്ടിൽ നോക്കിയപ്പോ ഉണ്ട്. വീട്ടിൽ നോക്കിയപ്പോ വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ കേട്ടോ. ആലയം പണിയുടെ പ്രത്യേകത ഉണ്ടോ? പലരും പറയാറില്ല, എനിക്ക് ഞാൻ വേണ്ടത്ര പേര്, ഞാൻ പാപിയാകും. നീ പാപിയാകുന്ന നീ പറയണ്ട, കർത്താവ് പറഞ്ഞു കൊടുത്തതിനെ കുറിച്ച്. കള്ളപ്പാപി. അവൻ വീട്ടിൽ ചെന്നപ്പോ അവന് മാനസാന്തരം ഉണ്ടാവുകയാണ്. അവിടെ ചെന്ന് കലത്തിൽ അരിയുണ്ട്, കലത്തിൽ സ്വർണമുണ്ട്, വെള്ളിയുണ്ട്. പക്ഷെ എടുക്കാൻ കൈ ഇറക്കിയായിരുന്നു ആദ്യം. പക്ഷെ പിന്നത്തേതിൽ അവന് തോന്നി, ദൈവത്തിന്റെ ആലയം പണിക്ക് ദൈവം ഉണർത്തിക്കുകയാണ്. നീ എനിക്ക് പണിയുന്ന ആലയം ഏവിധം. ദൈവം നോക്കുന്ന ഹൃദയമാകട്ടോ, പൈസ നോക്കുന്നില്ലല്ലേ. ദൈവം നോക്കുന്ന ഹൃദയം. ആമേൻ, ഹല്ലേലൂയ. ഭയങ്കരമായ ദൈവം നമ്മളെ നടത്തുന്നു. എന്നെ അതിശയിപ്പിച്ചിട്ടുണ്ട്. കർത്താവേ, ഇന്നിങ്ങനെ മുന്നോട്ട് പോകുന്ന ആലോചിക്കുന്ന എന്റെ പേഴ്സണൽ കാര്യങ്ങൾ മാത്രമല്ല, ഞാൻ ആലയത്തിന്റെ കാര്യങ്ങൾ അങ്ങനെ ആലോചിക്കും. അപ്പൊ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിച്ച് തരണമേ അപ്പ എന്ന് പറയുമ്പോ എല്ലാ ദിവസവും അല്ലെങ്കിൽ ചില ദിവസം എല്ലാം നടക്കാറുണ്ട്. പറ്റിയ ആളാണ് അട്ട. ഈ അട്ടയെ നേരത്തെ കണ്ടതായി. അട്ടയെ പിടിക്കാൻ പോയാൽ 300 പോകും. അതുകൊണ്ട് മിണ്ടായിരുന്നു. പക്ഷെ അതിന്റെ കാലടികൾ വന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ നോക്കണം, ആലയം പണിയുമ്പോ ഹൃദയത്തിനകത്ത് ചില കാര്യങ്ങളെ ഒരുക്കപ്പെടും. ദൈവത്തിന് കൊടുക്കാനുള്ള മനസ്സുണ്ടാകണം. ആമേൻ. ദൈവം നിനക്ക് തന്നതല്ലാതെ ഒന്നും ഇല്ലാന്ന് കരുതാൻ മനസ്സിലാകണം. മനസ്സിലായോ? ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനൊരു ദിവസം ഇവിടെ വന്നപ്പോ ഇത് കാണുകയാണ്. എന്താ ഞാനത് ആര് വെച്ചൊന്നും ചോദിച്ചില്ല. ഇവിടെ ഈ സാധനം കിട്ടും. അപ്പോ എനിക്ക് മനസ്സിലായി, ജിനോ വായിച്ചതാണ്. ഞാൻ പറഞ്ഞു വായിച്ചതല്ലാണ്. എന്നോട് ചോദിച്ചില്ല, ഇത് വാങ്ങി വെക്കുന്നത് ദൈവഹിതമാണോ? അയാൾക്ക് അങ്ങനെയാണ്. ദൈവത്തിന് ഹിതമല്ലാത്തതുകൊണ്ട് ഞാൻ സ്വതന്ത്ര കാഴ്ചയില്ല. പക്ഷെ ഇവിടെ ക്രമം തെറ്റി കിടന്നത് കണ്ടപ്പോ അവന് തോന്നി, അവനെന്ന് പറയുമ്പോൾ കുറെ ക്രമം വരുത്താം. ദൈവം കൊടുത്ത ബുദ്ധിയിൽ അത് സ്വമേധയാ ചെയ്തു. അപ്പൊ ഇതിനൊരു വിലയുണ്ട്, മൂല്യമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അത് 50 ആകാം, 100 ആകാം, 200 ആകാം, 300 ആകാം, എത്രയും ആകാം. പക്ഷേ ഹൃദയമില്ലെങ്കിൽ 30,000 രൂപ കയ്യിലുണ്ടെങ്കിൽ
3 കോടി നിന്റെ കയ്യിലുണ്ടെങ്കിൽ ഒരു അണപ്പാ ദൈവകാര്യത്തിന് ഇറങ്ങിയ അവയിൽ ഏറ്റവും കുറഞ്ഞ സ്വത്ര കാഴ്ചയാണ് നീയെ. 25,000 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ 50,000 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ ദൈവകാര്യം വരുമ്പോ മുട്ടാണ്. ഇവിടെ കണ്ടോ, രാവിലെ തോറും അവരുടെ കൈകളിൽ ഉണ്ടായിരുന്നു കൊടുപ്പാൻ. അടുത്ത് പോട്ടെ പോട്ടെ. ഒരു കാര്യം പറയാം, വേറെ പലതും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇല്ലെന്നൊന്നും പറഞ്ഞില്ല. അജിഷിന്റെ മനസ്സുണർത്തിച്ചു, ഞാൻ കുറ്റക്കാരനാകാൻ വയ്യ, അതുകൊണ്ടാണ് പാസ്റ്റർ എന്നെ പറഞ്ഞു. എല്ലാവരും ചേർത്ത് പറയാം, എല്ലാവർക്കും ഉണ്ട് കേട്ടോ, ഇല്ലാത്തവരും ഉണ്ട്. ഇല്ലാത്തവരെ ഞാൻ പറയുന്നില്ല, ഉള്ളവരെയൊക്കെ പറഞ്ഞായിട്ട് ഓർത്തോണം. പായ് കീറുന്നത് കണ്ടിട്ട് ഞാൻ സങ്കടപ്പെട്ടു. പായ് വാങ്ങാൻ ചങ്ങനാശ്ശേരി പോകണം എന്ന് വിചാരിക്കുന്ന സമയത്ത് പായ് ഇവിടെ എത്തി. ഗ്ലാസ് പോകുമ്പോ അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അതുകൊണ്ട് പറയുന്നു, ആരെയും ഞാൻ കുറച്ച് കാണിക്കുകയല്ല, ചിലർ മനസ്സിൽ ഉണർത്തപ്പെടും. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ എന്റെ ദൈവത്തിന് വേണ്ടിയിട്ടാണ്, എന്റെ ദൈവത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് ചിന്തിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. ഇപ്പോൾ ഞെരുക്കങ്ങൾ ഉണ്ടെങ്കിലും, ഇപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും, ഭാവിയെക്കുറിച്ച് ആശങ്കകൾ ഉണ്ടെങ്കിലും, നീ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കുക. ഇത് എഴുതി വെച്ചോ, നശിച്ചു പോവുകയല്ല. നീ ലജ്ജിപ്പാൻ ദൈവം ഇടവരുത്തുകയില്ല. അവിടെ ചെല്ലുമ്പോ കർത്താവേ ഞാൻ നിനക്ക് ഡ്രൈവായി ചെയ്തു, കർത്താവിനോട് പറയാൻ പറ്റത്തില്ല. കർത്താവ് പറയും, നിനക്ക് ഞാൻ പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന ഫാക്ടറി അതില്ലേടാ നീ. അജേഷ് പറയും, വളരെ ഭാരപ്പെട്ടിട്ടാണ് ഞാൻ കുറെ ഗ്ലാസ് വാങ്ങിച്ചു വെച്ചെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നാ മതി. കർത്താവ് പറയും, നിനക്ക് സ്റ്റീൽ ടണൽ ഞാൻ തന്നില്ലേടാ നീ. നമ്മുടെ കർത്താവ് അങ്ങനെയാ. നമുക്കറിയാന്നുള്ള ആകെ 10, 25, 30, 50 രൂപയുടെ കാര്യം. കർത്താവ് നോക്കുന്ന ഹൃദയം. അടുത്ത വായിച്ചു. ജ്ഞാനികൾക്കൊരു പ്രത്യേകതയുണ്ട്. ജ്ഞാനികളാണെങ്കിൽ അവർ ചില കാര്യങ്ങളിൽ ജ്ഞാനികളാകും. അവര് പറയാണ്, ഇപ്പൊ അധികമായി പോയി, ഇനിയിപ്പോ ഒന്നും വേണ്ട. ഗുരുവിന്റെ മോശയോടെങ്കിലും വന്ന് ചോദിച്ചു, അത് തന്നെ വലിയ കാര്യം. ചില മോശയോടൊന്നും ചോദിക്കുകയല്ല. ഹല്ലേലൂയ. ഇപ്പൊ ഇവിടെ തന്നെ ഒരാള് 10 കൊല കൊണ്ടുവരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ആര് കഴിക്കും, കൊണ്ടുപോകും. ഒരിക്കലും പറയരുത്. 10 കൊല ഇവിടെ ഇരിക്കുമ്പോഴും 10,000 രൂപയുടെ കൂമ്പാരിട്ടെന്ന് സ്വത്ര കാഴ്ച. അപ്പോഴൊരാൾ വീണ്ടും ഒരു 5,000 രൂപ പൊക്കി പിടിച്ചോണ്ട് വരികയാണ്. ഇവരാരെങ്കിലും പറയോ 5,000 രൂപ ഉണ്ടാന്ന്? ഇട്ടോളൂ, അത് പണ്ടാര. പണം വരുന്നതിന് മുമ്പും ദൈവത്തിന്റെ സൃഷ്ടിപ്പിൽ തന്റെ കൈപ്പണിയാൽ ഉണ്ടാക്കിയതിനെ കൊണ്ട് ആലയത്തിലേക്ക് വരും. ആ ഹൃദയത്തെ മടുപ്പിക്കരുത്. ദൈവം ആലയത്തിൽ എന്തെങ്കിലും അധികമായി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭക്ഷിപ്പാൻ ആളെ കൂട്ടിവരുത്തും. ഹല്ലേലൂയ. ഞാൻ ഈ നാൾ വരെയുമുള്ള എന്റെ കാഴ്ചയിൽ നിന്നാണ് അത് പറയുന്നത്. ഒന്നും പാഴായി പോകത്തില്ല. ആമേൻ. ദൈവത്തിന്റെ ആലയം പുഷ്ടിയും സമൃദ്ധിയും ഉള്ളതായിരിക്കും. ഹല്ലേലൂയ. മിച്ചമെടുക്കുന്നത് ക്രമിച്ചു നാറുന്ന ഒരു അവസ്ഥയല്ല. ദൈവം അത് ഭക്ഷിപ്പാൻ പക്ഷികളെ കൂട്ടിവരുത്തും. മറ്റേ പക്ഷിയല്ല. ആമേൻ. വായിച്ചു. ശ്രദ്ധിച്ചോണം. കണ്ടോ, മോശെ ഒരു തീരുമാനം എടുത്തു. ഇവർ പറയുന്നത് കേട്ടു. മോശെ പറഞ്ഞു, ഇനിയിപ്പോ മതി, കൊണ്ടുവരണം. ഈ പറയേണ്ട അധികാരി ആരാ? ദൈവമാണ്. ദൈവത്തോട് ചോദിച്ചിട്ടാണ് വേണ്ട പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ദൈവദാസന്മാരും ദൈവമക്കളൊക്കെ ഭയങ്കര സമ്പന്നതയിൽ പോകുമ്പോൾ നമ്മളത് കണ്ടിട്ട് അളക്കാനൊന്നും പോകരുത്. ഒരു കാലത്ത് ഒരിക്കലും ദേവദാസ് ഇവിടെ ഒന്ന് പറയുകയുണ്ടായി, ഇപ്പോൾ എനിക്ക് കാറുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഒരിക്കൽ ഞാൻ പരച്ചമൂടുന്ന് തിരുവനന്തപുരം നടന്നുപോയ ഒരു ആളുണ്ട്. അവനെ ആരും കണ്ടില്ല. ഇപ്പൊ പോകുന്ന എന്നെ കാണാൻ ആൾക്കാർ എന്ന് പറഞ്ഞു.
ഞാൻ ഈ പറയുന്ന ദൈവനാമത്തിൽ വിതച്ചവരും പ്രവർത്തിച്ചവരോട് പറയുന്നു, ദൈവം കടക്കാരനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു കാര്യം പറയുന്നു, സഭയിൽ നിങ്ങൾ ആരും ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കരുത്. ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കരുത്. ദൈവം ആക്കി വെച്ച ശുശ്രൂഷക്കാരനുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കണം. ഹല്ലേലൂയ. അനർത്ഥങ്ങൾ വരുത്തി വെക്കരുത്. അടുത്ത് മുന്നോട്ട് പോട്ടെ. പണി ചെയ്യുന്നവരിൽ ജ്ഞാനികളായ എല്ലാവരും ആ, പഞ്ഞിനൂൽ നിങ്ങൾ ഇനി ശ്രദ്ധിച്ചോണം. പണി ചെയ്യുന്നവരിൽ എല്ലാവരും ജ്ഞാനികളായ എല്ലാവരും പഞ്ഞിനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, എന്നിവ കൊണ്ടുള്ള പണിശീല കൊണ്ട് ആ, തിരുനിവാസം ഉണ്ടാക്കി. ശീല കൊണ്ട് തിരുനിവാസം ഉണ്ടാക്കി. ആമേൻ. തിരുനിവാസം ഉണ്ടാക്കി. എല്ലാവരും എഴുന്നേൽക്കും. ഇനി അടുത്ത ഘട്ടത്തിലോട്ട് കയറിയാൽ നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന സന്ദേശം കാണുക. ഇതിന്റെ ഭാഗം നമുക്ക് കണ്ടിന്യൂ ചെയ്യും. അടുത്ത ആഴ്ച ഞാൻ മറന്നുവരെ എന്നെ ഓർപ്പിക്കും. ആരോർപ്പിക്കും? എല്ലാവരും ഓർപ്പിക്കണം. നിങ്ങൾ പണിയുന്ന ആലയം എവിധം ഇതാണ് വചനം. ആമേൻ. ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവം വിശ്വസ്തനാണ്. ഇതിനെ നമ്മളൊരു പൊസിഷനിലോട്ട് ഇത് കൊണ്ടുപോകുമ്പോഴാണ് അറിയുന്നത്, ദൈവമേ തിരുനിവാസം എത്ര മനോഹരമെന്ന് അവർ പാടിയത് എന്തിനാണ്. തിരുനിവാസത്തിന്റെ പണിയിൽ വളരെ ജാഗ്രത ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവിക ആലോചനകൾ, ദൈവിക കാര്യങ്ങൾക്ക് മുറുമുറുപ്പും പിറുപിറുപ്പും. അത് ചിലപ്പോ പറയണ്ടോ, നീ ഒരു ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ടാ നമ്മൾ ചില സഹോദരന്മാരോട് പറയും. ഹെൽപ്പ് എന്താണെന്നറിയോ? ഇയാളെ കൊണ്ടാവും അല്ലെങ്കിൽ നീ ആ പായൊന്ന് മടക്കി വെക്കുവോ, ആ പാത്രമൊന്നും എടുത്ത് വെക്കുവോ, ആലയത്തിൽ വൃത്തിയാക്കി വെക്കുവോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന എന്റെ ഗതികളെ നോക്കണം. അവർ ഉത്സാഹമുള്ളവരെ പോലെ, അവർ പ്രവൃത്തിയിൽ ഉത്സാഹമുള്ളവരെ പോലെ പ്രവർത്തിക്കുന്നവനെ കണ്ട്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ നിത്യതയെ ലാക്കാക്കി ഓടുന്നു, നിങ്ങൾ എന്നെ അനുഗമിച്ചാലും അവിടെ എത്താം. കാരണം നിത്യതയെ കുറഞ്ഞൊരു പരിപാടിയുടെ ഹൃദയത്തിലില്ലെന്ന്. പൗലോസിന്റെ പുറകെ പോകാൻ പൗലോസ് യോഗ്യനല്ല. പക്ഷെ പൗലോസ് ഒരു കാര്യം പറയുക, നിന്നെ പ്രാപിച്ചിട്ടല്ല, ദൈവരാജ്യത്തിൽ പ്രവേശിച്ചിട്ടല്ലാതെ എനിക്ക് വിശ്രമമില്ല. ഇത് ധൈര്യപൂർവ്വം പറയുക, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, എനിക്കായി ഒരുക്കിയിരിക്കുന്ന കിരീടം പ്രാപിപ്പാൻ ഞാൻ പോകുന്നു. നീ വരുന്നോ? എന്റെ വചനം വായിക്കുന്നവരെ കണ്ട് ഒഴിഞ്ഞു പോകരുത്. നമുക്ക് ആലയം പണിയണം. എല്ലാവരും അടുത്തേക്ക് കരം കൊടുത്ത് പറയാ, നിൽക്കുന്ന ആളുടെ കരം കൊടുത്ത് പറയാ, ആലയം പണിയണം. ആരുടെ ഹിതപ്രകാരം? ആ,